especially Kerala state is a blessed state because Apostle Thomas stepped in this land. പ്രത്യേകിച്ച് ഈ കേരളം എന്ന സംസ്ഥാനം വളരെ ഭാഗ്യമുള്ള ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ തോമസ് തന്റെ പാദങ്ങൾ ഇവിടെ ചവിട്ടുകയുണ്ടായി. Because his footsteps walked in this land, God blessed this land like anything. തന്റെ പാദങ്ങൾ ഇവിടെ ചുവടുവെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പതിഞ്ഞതുകൊണ്ട് കർത്താവ് ഈ ദേശത്തെ സവിശേഷമായി അനുഗ്രഹിക്കുകയുണ്ടായി. What is the greatest blessing in this land? ഈ നാടിൻ്റെതായ ശ്രേഷ്ഠമായ അനുഗ്രഹം എന്താണ്? Living long life on this land. ഈ ദേശത്ത് ദീർഘായുസ്സോടുകൂടെ പാർക്കുക. All the fathers and mothers, they lived 80, 90, some of them even 95 to 100 also. അപ്പച്ചന്മാരും അമ്മച്ചിമാരും 80, 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. ചിലർ 95, 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചു. Because I saw all the who are live like that. I saw that age people with my eyes. ഞാൻ ഇങ്ങനെ പ്രായം ചെന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ എന്റെ കണ്ണുകളാൽ കണ്ടിട്ടുണ്ട്. Dear children of God, Bible says that we are not having any continuity in this land, in this world. എന്നാൽ പ്രിയരെ, ബൈബിൾ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ഈ നാട്ടിൽ അഥവാ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നഗരം ഇല്ല. Everyone thinking that I have to live few years more to live in my house. എന്റെ വീട്ടിൽ കുറച്ച് വർഷങ്ങൾ കൂടെ പാർത്താൽ കൊള്ളാം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കാറ്. I want to see my daughter and son marriage. എന്റെ മകന്റെ മകളുടെ കല്യാണം ഒന്ന് നടന്നു കാണണം. After that they are expecting that they want to see the grandchildren also. അതിനുശേഷം കൊച്ചുമക്കളെ കൂടെ കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം. More desire that they want to see grand and grandchildren also. ചിലർക്കാണെങ്കിൽ കൊച്ചുമക്കളെ മാത്രമല്ല അവരുടെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ കണ്ടാൽ കൊള്ളാം. Why I am telling all these things? എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്? So many children of God, they want to live on this earth only. പല ദൈവമക്കൾക്കും ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചാൽ മതി. But our forefathers Abraham and Isaac and Jacob, they told that we are pilgrim and we are just strangers on this earth. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കളായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായവർ പറഞ്ഞത് നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളും എന്നാണ്. But Bible says that we have no continuity on this earth. അതോടൊപ്പം ബൈബിളും പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. One day or other day we have to leave this earth. ഒരു നാളിൽ അല്ലെങ്കിൽ മറ്റൊരു നാളിൽ നാം ഈ ഭൂതലം വിട്ട് വേർപെട്ടേ മതിയാകൂ. We all know that in Corona time lakhs of the people died on this earth. നമുക്കറിയാമല്ലോ, കൊറോണ കാലയളവിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഭൂമിയിൽ മരിച്ചു വീണത്. In Hyderabad, Secunderabad, they spend lakhs of the rupees but unable to save their own soul. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഒക്കെ നോക്കിയാൽ ലക്ഷക്കണക്കിന് രൂപ അവർ ചെലവഴിച്ചെങ്കിലും അവർക്ക് അതിനെ അതിജീവിക്കാനൊന്നും കഴിയാതെ പോയി. That's why Bible says we are not going to live continually on this earth. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നാം ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ജീവിതം നയിക്കാൻ പോകുന്നില്ല. One day or other day we have to leave this earth and go to one place that is eternal, eternity to eternal. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകം വിട്ട് മറ്റൊരിടത്തേക്ക് പോകും. അത് എന്ന് പറയുന്നത് നിത്യതയാണ്, അത് നിത്യനിത്യമായിട്ടുള്ളതാണ്. Hebrews 13 chapter 14th verse says, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, For we have no continuity but we seek one to come. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. Also read the word Hebrews 11 chapter 10 to 13. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 10 മുതൽ 13 വരെ കൂടെ വായിക്കുക. For he looked for a city which hath foundation, whose builder and maker is God. Through faith also Sarah herself received strength to conceive seed, and he was delivered of a child
when she was past age, because she judged himself faithful who was promised. Therefore sprang there even of one, and him as good as dead, so many as the stars of the sky in multitude, and as a sand which by the seashore innumerable. This all died in faith, not having received the promises, but having seen them afar off, and were persuaded of them, and embraced them, and confessed that they were strangers and pilgrims on the earth. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. Our forefathers Abraham, Isaac and Jacob, God is very proud about them. നമ്മുടെ പൂർവ്വപിതാക്കളായ അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ദൈവത്തിന് വലിയ അഭിമാനമുണ്ട്. He exalts them and he go on speaking great things about them. ദൈവം അവരെ ഉയർത്തുക മാത്രമല്ല, അവരെ കുറിച്ച് വലിയ കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടുമിരിക്കുന്നു. And he gave the promise to them that he will give the promised land. അവർക്ക് വാഗ്ദത്ത ദേശം നൽകുമെന്നുള്ളൊരു വാഗ്ദാനവും ദൈവം അവർക്ക് കൊടുത്തു. So here we are seeing that they saw the city from far away and they died in the faith. അവർ ആ നഗരത്തെ ദൂരമേ കണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് ഇവിടെ വായിച്ചത്. Dear children of God, literally Jerusalem is the capital of the Judah. അക്ഷരികമായി നോക്കിയാൽ യെരൂശലേം എന്നത് യഹൂദായുടെ തലസ്ഥാനമാണ്. That far city shows about the Jerusalem city. എന്നാൽ ആ ദൂരത്ത് നിന്ന് കണ്ടതായ നഗരം എന്നത് അത് ആ യെരൂശലേം നഗരത്തെ കാണിക്കുന്നു. They saw the Jerusalem city from far away. അവർ ആ യെരൂശലേം നഗരത്തെ ദൂരത്ത് നിന്ന് കണ്ടു. King David destroyed the Jebusite and made it as his capital. ദാവീദ് രാജാവ് യെബൂസ്യരെ നശിപ്പിച്ചിട്ട് തോൽപ്പിച്ചിട്ട് അവൻ അതിനെ പിടിച്ചടക്കി തന്റെ തലസ്ഥാനമാക്കി മാറ്റി. But King Solomon built the temple in Jerusalem. ശലോമോൻ രാജാവ് ആ യെരൂശലേമിൽ ദൈവാലയം പണിതു. It is a historical place. Our Jesus walked in that city before he ascended to heaven. അത് ഒരു ചരിത്ര നഗരമാണ്. കർത്താവായ യേശുക്രിസ്തു താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് താൻ അവിടെ വന്ന് പാർത്തു. He commanded his disciple not to depart from Jerusalem. കർത്താവായ യേശു ആ യെരൂശലേം നഗരത്തിൽ സഞ്ചരിക്കുക മാത്രമല്ല, തന്റെ ശിഷ്യന്മാരെ അവിടെ വിട്ട് മടങ്ങിപ്പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. Now you have to understand the real history of the Bible. നാം ബൈബിളിന്റെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്. First is the literal Jerusalem, which is in Israel. ഒന്നാമത്തേത് അക്ഷരിക യെരൂശലേമാണ്, അത് ഇസ്രായേലിലാണ് ഉള്ളത്. Second is spiritual Jerusalem, which is the church. രണ്ടാമത് ആത്മീക യെരൂശലേമാണ്, അത് ദൈവസഭയാണ്. Third is a heavenly Jerusalem, is a New Jerusalem city. മൂന്നാമത്തേതായി ഒരു പരമ യെരൂശലേമുണ്ട്, അത് പുതിയ യെരൂശലേം എന്ന നഗരം. What is the meaning of Jeru? യെരു എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? That is a foundation. അടിസ്ഥാനം എന്നാണ്. What is the meaning of the Shalem? ശാലേം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? That is called the peace. അത് സമാധാനം എന്നാണ്. Jerusalem means foundation city which is built by the peace. അപ്പോൾ യെരൂശലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച നഗരമെന്നാണ്. 7 types of the meaning we can read about the Jerusalem. ഈ യെരൂശലേമിന്റെ 7 വിധമായ അർത്ഥതലങ്ങൾ നമുക്ക് ബൈബിളിൽ കൂടെ കണ്ടെത്താം. When you read the Hebrews 12 chapter 22 verse, എബ്രായർക്ക് എഴുതിയ ലേഖനം 12:22 വാക്യം വായിച്ചാൽ,
Hebrews 12 chapter 22. But ye are come unto Mount Zion, and unto the city of the living God, the heavenly Jerusalem, and to an innumerable company of angels. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. As we read Hebrews 11 chapter 10th verse, Abraham saw the city of faith by faith. എബ്രായ ലേഖനം 11:10 വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ ആ നഗരത്തെ ദർശിച്ചു. That's why Jerusalem city is a place that is a place of the living God. ആകയാൽ യെരൂശലേം നഗരം എന്നത് അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ ഒരു സ്ഥലമാണ്. New Jerusalem city going on building in heavenly place. പുതിയ യെരൂശലേം എന്ന നഗരം സ്വർഗസ്ഥലങ്ങളിൽ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. That is a city of God. അത് ദൈവത്തിന്റെ നഗരമാകുന്നു. That's why we are going to live in that city when we prepare ourselves for the coming of the Lord. കർത്താവിന്റെ വരവിനായി നാം നമ്മെ തന്നെ ഒരുക്കി കഴിയുമ്പോൾ നാം ചെന്ന് അവിടെ ആകുന്നു പാർക്കുവാൻ പോകുന്നത്. Whosoever prepare themselves for the coming of the Lord, they only rapture and they will live in that city. കർത്താവിന്റെ വരവിനായി തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടവർ മാത്രമേ ഉൽപ്രാവണത്തിൽ പങ്കാളികളായി തീരുകയുള്ളൂ. അവർ ആ നഗരത്തെ അവകാശമാക്കും. Who left behind, who are caught by the Antichrist, who are persecuted and die as a martyrs, and all others will not be reach that city of God. എന്നാൽ കൈവിടപ്പെട്ടവർ, എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ അകപ്പെട്ടവർ, രക്തസാക്ഷികളായി മരിച്ചവർ, പിന്നീട് മറ്റുള്ളവർ ആർക്കും തന്നെയും അവർക്ക് എടുക്കപ്പെടുവാനോ ഈ നഗരം അവകാശമാക്കുവാനോ കഴിയുകയില്ല. Secondly, we are seeing about the Jerusalem. നാം രണ്ടാമതായി യെരൂശലേമിനെ കുറിച്ച് കാണുമ്പോൾ that is city of a righteousness. അത് ഒരു നീതിപുരം, നീതിയുടെ നഗരം. When you read the Isaiah 1st chapter 26th verse, യെശയ്യാപ്രവചനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ there we are seeing that is a city of righteousness. അത് നീതിപുരം അല്ലെങ്കിൽ നീതിയുടെ നഗരം എന്ന് വിളിക്കപ്പെടുന്നു. And I will restore the judges as the first, and the counselor as the beginning. Afterward, thou shalt be called the city of righteousness, the faithful city. അതിന്റെ ശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. That is called the city of righteousness. അത് നീതിയുടെ നഗരം എന്ന് വിളിക്കപ്പെടുന്നു. Dear children of God, today you must clarify and know what is the real truth. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ യഥാർത്ഥ സത്യം എന്തെന്ന് നാം വിശകലനം ചെയ്ത് നാം അത് മനസ്സിലാക്കുക തന്നെ വേണം. Don't think that all the Christians will go and stay there. എല്ലാ ക്രിസ്ത്യാനികളും അവിടെ ചെന്ന് പാർക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Don't think that Pentecostal people also go and stay live in that city. പെന്തക്കോസ്തുകാരെല്ലാവരും അവിടെ ചെല്ലുമെന്നും പാർക്കുമെന്നും ചിന്തിക്കാൻ പാടില്ല. Only righteous people will go to that city. എടുത്തുകൊള്ളപ്പെട്ടതായ ആളുകൾ മാത്രമേ ആ നഗരത്തിലേക്ക് എത്തൂ. Are we living a righteous life on this earth? നാം ഈ ഭൂമുഖത്ത് ഒരു നീതിയുള്ള ജീവിതമാണോ നയിക്കുന്നത്? Old Testament saints, they live a righteous life. പഴയ നിയമ ഭക്തന്മാർ ഒരു നീതിയുള്ള ജീവിതം നയിച്ചു. Our Lord Jesus also live a righteous life. നമ്മുടെ കർത്താവായ യേശുവും നീതിയുള്ളവനായി ജീവിച്ചു. Isaiah 26 chapter 2nd verse says, യെശയ്യാപ്രവചനം 26-ന്റെ 2-ാം വാക്യം പറയുന്നത്, open ye gates that the righteous nation which keepeth the truth may enter in. സത്യത്തെ കൈക്കൊള്ളുന്ന, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. There is a righteous nation who is prepared themselves for the coming of the Lord. കർത്താവിന്റെ വരവിനായി തങ്ങളെ തന്നെ ഒരുക്കിയ ഒരു നീതിയുള്ളതായ ജനമുണ്ട്. This righteous nation live in the truth according to the word of God. നീതിയുള്ള ഈ ജാതി ദൈവവചന പ്രകാരം അവർ സത്യത്തെ അനുസരിച്ച് ജീവിച്ചവരാണ്. If you won't live the truth, you will not reach that city. നിങ്ങൾ സത്യപ്രകാരം ജീവിച്ചില്ലെങ്കിലോ ആ നഗരത്തിൽ നിങ്ങൾക്ക് എത്താവതല്ല. So you must join in this righteous nation. ആകയാൽ ഈ നീതിയുള്ള ജാതിയിൽ നിങ്ങളും ചേരണം. One more place, Psalms 118:19 says, 118-ാം സങ്കീർത്തനം 19-ാം വാക്യം, open to me the gates of righteousness. നീതിയുടെ വാതിലുകളെ എനിക്കായി തുറപ്പിൻ. I will go into them and I will praise God. അതിൽ കൂടി കടന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
Romans 4 chapter 5th verse says, റോമാലേഖനം 4:5 പറയുന്നത്, Abraham, his faith is counted for righteousness. അബ്രഹാമിന്റെ വിശ്വാസം അവന് നീതിയായി കണക്കിടപ്പെട്ടു എന്നാണ്. That's why he called the righteous man. അതുകൊണ്ട് താൻ ഒരു നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നു. Because Abraham lived according the word of God. അബ്രഹാം ദൈവവചനാനുസൃതം ജീവിച്ചതുകൊണ്ട് Abraham loved the Lord as well as he obeyed every word of God. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഓരോ വചനവും അനുസരിച്ച് താൻ ജീവിച്ചു. Especially he lived a faith life. പ്രത്യേകിച്ച് താൻ ഒരു വിശ്വാസ ജീവിതം നയിച്ചു. Because of his faith, he is a friend of God. ആകയാൽ തന്റെ വിശ്വാസം നിമിത്തം താൻ ദൈവത്തിന്റെ ഒരു വിശുദ്ധനായി മാറി. That's why he called the righteous man. അതുകൊണ്ടാണ് താൻ ഒരു നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. Dear children of God, by the grace of God, we believe the Lord, we trust in the Lord, and we repented for our sins and accept the Lord Jesus Christ. ദൈവകൃപയാൽ നാം കർത്താവിനെ വിശ്വസിച്ചു, കർത്താവിൽ ആശ്രയിച്ചു, നാം കർത്താവായി നമ്മുടെ പാപങ്ങളെ ചൊല്ലി അനുദപിച്ചു, യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മൾ സ്വീകരിച്ചു. Who came newly in this evening meeting? ഈ മീറ്റിംഗിന് പുതുതായിട്ട് വന്നിട്ടുള്ളവർ, you have to believe Lord Jesus Christ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് ആവശ്യം. Have faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവരാകുവിൻ. When you believe, you will pass from death to the life, eternal life. വിശ്വസിക്കുന്നവൻ മരണം വിട്ട് ജീവനിലേക്ക് അഥവാ നിത്യജീവനിലേക്ക് കടക്കുന്നു. That's why you have to believe tonight. You can see the glory of God. ആകയാൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. After believing the Lord Jesus, you have to wash your sins by the blood of Jesus. ആകയാൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ചതിന് ശേഷമായിട്ട് നിങ്ങളുടെ പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകി മാറ്റപ്പെടണം. Romans 5th chapter 9th verse says, റോമാലേഖനം 5:9 പറയുന്നത്, the blood of Jesus Christ, the blood of Jesus Christ, much more than being now justified by his blood, we shall be saved. നാം അവന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്രയധികമായി നാം അവനാൽ നീതീകരിക്കപ്പെടും എന്നാണ് അവിടെ പറയുന്നത്. Lord Jesus died on the cross for your sake and my sake. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നിങ്ങൾക്കായും എനിക്കായും മരിച്ചു. Terrible death, terrible agony death, he died on the cross. വളരെ ഭീകരമായ യാതനകൾ അനുഭവിച്ചാണ് യേശു ക്രൂശിൽ മരിച്ചത്. He suffered on the cross because of your sake and my sake, for your sins and my sins. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിങ്ങളുടെ പാപങ്ങൾക്കായും എന്റെ പാപങ്ങൾക്കായുമാണ് യേശു ക്രൂശിൽ മരിച്ചത്. Dear children of God, one wrath going to come upon this earth. പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയുടെ മേൽ ഒരു വലിയ ക്രോധം വരുവാൻ പോകുന്നു. But by the blood of Jesus we can saved from that wrath. എന്നാൽ യേശുവിന്റെ രക്തത്താൽ നമുക്ക് ആ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. So first of all you believe Jesus Christ. ആകയാൽ ആദ്യം നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ. Second, you wash by the blood of Jesus. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടൂ. Thirdly, you have to take the water baptism. മൂന്നാമതായി നിങ്ങൾ ജലസ്നാനം സ്വീകരിക്കൂ. When you read the Matthew 3rd chapter 15th verse, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യം വായിച്ചാൽ, Jesus answering and said unto him, suffer it to be so now, for this it become at us to fulfill all righteousness. കർത്താവായ ഇപ്രകാരം മറുപടി പറയുകയുണ്ടായി, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ ദൈവത്തിന്റെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ. If you want to join into that righteous nation, ആ നീതിയുള്ള ജാതിയിൽ നീയും ഉൾപ്പെടണമെങ്കിൽ you have to take the water baptism. നീ ജലസ്നാനം സ്വീകരിച്ചേ മതിയാകൂ. Some of churches, some of people say that we already taken. ചില സഭകൾ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞതാണ്. Baptism one only, we had took already. ഒരേ ഒരു സ്നാനമേ ഉള്ളൂ, ഞങ്ങൾ അത് മുമ്പേ എടുത്തു കഴിഞ്ഞു. Dear children of God, I took 3 baptism in my life. പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ എനിക്ക് 3 സ്നാനമുണ്ടായി. First, I took water baptism in CSI church. ഒന്നാമത് ഞാൻ CSI സഭയിലായിരുന്നപ്പോൾ സ്നാനപ്പെട്ടു. Father, mother taken me in the time of age of a little bit 8 days, otherwise 1 month. 8 ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയാൽ 1 മാസമായി കാണും.
അന്ന് എന്റെ മാതാപിതാക്കൾ എന്നെ എടുത്തു കൊണ്ടുപോയാണത് ചെയ്തത്. So father gave the sprinkling baptism. അവിടെയുള്ളതായ അച്ഛൻ തളിപ്പ് സ്നാനം നൽകി. But Bible never says like that. എന്നാൽ ബൈബിൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. Believe and take the water baptism, Bible says. ബൈബിൾ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക. When you believe the Lord Jesus and come to the knowledge, then only you can take the water baptism. നിങ്ങൾ അറിവുള്ളവരായി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സ്നാനപ്പെടാവൂ. Secondly, I took the water baptism in the hands of the Americans. അതിനുശേഷമായിട്ട് അമേരിക്കക്കാരുടെ കൈക്കീഴിൽ ഞാൻ രണ്ടാമത് സ്നാനപ്പെട്ടു. American two pastors came to my house. രണ്ട് അമേരിക്കൻ പാസ്റ്റർമാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. That time our fathers they conduct the Christ Church. ആ സമയങ്ങളിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഒരു ക്രൈസ്റ്റ് ചർച്ച് നടത്തുകയായിരുന്നു. So they came to my house and told, "Hey man, you are a young man, you have to take the water baptism." അവർ വന്നപ്പോൾ പറഞ്ഞു, "എടേ ചെറുപ്പക്കാരാ, നീ ഇങ്ങനെ നടന്നാൽ പോരാ, നീ സ്നാനപ്പെട്ടേ മതിയാകൂ." I thought they are Americans, red people. Yes, they may told right only. Then I took the water baptism. ഞാൻ നിശ്ചിത നല്ല വെളുത്ത തൊടുത്ത അമേരിക്കക്കാരല്ലേ, അവർ പറയുന്നത് കൊണ്ട് അങ്ങ് സ്നാനപ്പെട്ടേക്കാം എന്ന് കരുതി. After taking the water baptism only, I started to do the sin in my life. ആ സ്നാനപ്പെട്ടതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യാൻ തുടങ്ങിയത് തന്നെ. Like a young people roaming on the roads, going to movie pictures and drinking the alcohol and cigarette like that. I started after the baptism only. തെരുക്കളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതും സിനിമ കാണുന്നതും പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും കാണാറില്ലേ, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെയൊക്കെ നടന്ന് പാപം ചെയ്യാൻ തുടങ്ങിയത്. So how the young people, children doing now, like that I want to live in the world. ഇന്ന് ചെറുപ്പക്കാർ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ നാളുകളിൽ ഞാൻ അങ്ങനെ ജീവിക്കുവാൻ ആഗ്രഹിച്ചു. But that baptism is not right in the sight of God. ഞാൻ എടുത്ത ആ സ്നാനം ദൈവദൃഷ്ടിയിൽ യുക്തമായിരുന്നില്ല. Because Bible very clear says you have to repent and take the water baptism. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുകയും തുടർന്ന് സ്നാനപ്പെടുകയും വേണം. Without repentance, if you take the water baptism, it will not be accepted in a heavenly place. മാനസാന്തരപ്പെടാതെ സ്നാനമെടുത്താൽ അത് നിമിത്തമായി നമുക്ക് ആ സ്വർഗീയ സ്ഥലങ്ങളിൽ പ്രവേശനം ലഭിക്കുകയില്ല. Thirdly, only our church pastors came to my house, then they teach the truth, then I took the water baptism after repentance in my life. മൂന്നാമതായിട്ടാണ് നമ്മുടെ സഭയിലെ പാസ്റ്റർമാർ ഞങ്ങളുടെ വീടുകളിൽ വന്നു, അവർ ഞങ്ങളെ ഉപദേശിച്ചു, അതെല്ലാം മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടതിന് ശേഷം ഞാൻ സ്നാനപ്പെട്ടു. From that day, that time I was at 25 years. അന്ന് എനിക്ക് 25 വയസ്സ് പ്രായം. But that baptism accepted by God, I rejoice in my life. ആ സ്നാനം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു, എനിക്ക് ജീവിതത്തിൽ വലിയ ആനന്ദമുണ്ടായി. What I want to say that if you join into the righteous nation, you have to take the right baptism according to the word of God in the hands of the apostles. ആകയാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആ നീതിയുള്ള ജാതിയിൽ നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ ശരിയായ സ്നാനം സ്വീകരിച്ചേ മതിയാകൂ. When you take right baptism only, you will call the righteous man. നിങ്ങൾ ശരിയായ സ്നാനം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒരു നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. Fourthly, we are seeing the Hebrews 7 chapter 1 and 2. നാലാമതായി എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. There we are seeing about the King of righteousness. നമുക്ക് അവിടെ നീതിയുടെ രാജാവിനെ കാണാം. That King of righteousness called the Melchizedek, that is the Holy Spirit. ആ നീതിയുടെ രാജാവ് അഥവാ മെൽക്കിസെദെക്കിനെ കാണാം, അത് പരിശുദ്ധാത്മാവാകുന്നു. When you receive the Holy Spirit, as brother gave the testimony, ഇപ്പോൾ പ്രിയ സഹോദരൻ സാക്ഷി പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, when the Holy Spirit comes in your life, then you are a righteous man and you are in the hands of a righteous King of righteous. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ നീതിയെ പ്രാപിക്കുന്നു,
നിങ്ങൾ ആ നീതിമാനായ നീതിയുടെ രാജാവിന്റെ കൈകളിൽ ആയിത്തീരുന്നു. Brother very clearly told about the Holy Spirit experience. താൻ ആ സഹോദരൻ പരിശുദ്ധാത്മാവിന്റെ അനുഭവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞല്ലോ. Like that, brother, some of you are sitting over here. ആ സഹോദരനെ പോലെ നിങ്ങളിൽ പലരും ഇവിടെ ഉണ്ടായിരിക്കും. In this land, so many people mocking against the Holy Spirit. ഈ നാട്ടിൽ അനേകർ പരിശുദ്ധാത്മാവിനെ കളിയാക്കി പറയാറുണ്ട്. Dear child of God, this is a truth. How we told the testimony, that is the experience. You have to receive the Holy Spirit, then only you are a righteous man. പ്രിയ ദൈവമക്കളെ, ഇതൊരു സത്യമാണ്. താൻ തന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു നീതിമാനായി തീരുന്നുള്ളൂ. Bible very clearly says that except born again, otherwise you have to born by the water and spirit, then only you enter into the kingdom of God. ബൈബിൾ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. That's why through the Holy Spirit you are called become a righteous man. ആകയാൽ പരിശുദ്ധാത്മാവിനാൽ കൂടെ നിങ്ങൾ ഒരു നീതിമാനായ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നു. After that you have to live a righteous life. അതിനുശേഷം നമ്മൾ ഒരു നീതിയുള്ള ജീവിതം നയിക്കണം. Every believer and workers, we have to continue to live a righteous life till you die. ഓരോ വിശ്വാസിയും ഓരോ ശുശ്രൂഷകനും നാം മരിക്കുന്നത് വരെ നീതിയുള്ള ജീവിതം ചെയ്തേ മതിയാകൂ. Because Ezekiel very clearly told that if we leave our righteousness and live and do the sin, our righteous will not be counted in our life. യെഹെസ്കേൽ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഒരുവൻ തന്റെ നീതിയെ വിട്ടുകളഞ്ഞിട്ട് അവൻ പാപം ചെയ്താൽ അതിന് മുൻപേ ചെയ്ത നീതിയൊന്നും അവന്റെ ജീവിതത്തിൽ കണക്കിടുകയില്ല. This truth you have to understand. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. Read the Ezekiel 18th chapter, യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 21 to 23. 21 മുതൽ 23 വരെ. But if the wicked will run from all his sin that he committed and keep all my statutes and do that which is lawful and right, he shall surely live, he shall not die. All his transgression that he hath committed, they shall not be mentioned unto him. In his righteousness that he hath done, he shall live. Have I pleasured all that wicked should die, saith the Lord God, and not that he should return from all his ways and live. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എന്റെ താല്പര്യമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. One more verse. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതി ഒന്നും കണക്കിടുകയില്ല. You may be a believer of 10 years, 20 years, 30 years, 40 years. നിങ്ങൾ ഒരു പക്ഷേ 10 വർഷത്തെയോ 20, 30, 40 വർഷത്തെ വിശ്വാസിയായിരിക്കാം. But if you won't maintain the righteous life in your life, നിങ്ങളുടെ ജീവിതത്തിലെ ആ നീതിയുള്ള ജീവിതം നിങ്ങൾ തുടർന്ന് പാലിക്കുന്നില്ല എങ്കിൽ, one day I am taking the Bible study in Irimbillur Convention. ഞാൻ ഒരിക്കൽ ഇരിമ്പിലൂർ കൺവെൻഷനിൽ ഒരു വേദപാഠം എടുക്കുകയായിരുന്നു. Two aged persons, 60 and 65, they came and confessed their sin. 60-65 വയസ്സ് പ്രായമുള്ളതായ രണ്ട് മുതിർന്ന വ്യക്തികൾ വന്നു. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. Because in my ministry nearly 60 to 70 people, they are workers and believers and young people and Sunday school children. എന്റെ ശുശ്രൂഷയിൽ ഏകദേശം 60 മുതൽ 70 വരെയുള്ളതായ ആളുകൾ, അതിൽ ശുശ്രൂഷകരുണ്ട്, കുട്ടികളുണ്ട്, അത് യൗവനക്കാരുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. They went to heaven and hell, they saw everything. അവർ സ്വർഗത്തിലും പോയി നരകത്തിലും പോയി എല്ലാം കണ്ടിട്ട് വന്നു. And they told me very clearly everything. അവർ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്നോട് പറഞ്ഞു. Whosoever seeing the YouTube and WhatsApp and Facebook,
and all other filthy things in their life secretly. തങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇവയൊക്കെ ഉപയോഗിച്ച് മലിനമായ കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുന്നവർ. Everyone telling that we are not doing sin, but we are only seeing. പലരും പറയാറുണ്ട് ഞങ്ങൾ പാപം ചെയ്യുന്നില്ല, ഇതൊക്കെ വെറുതെ ഒന്ന് കാണുന്നതേ ഉള്ളൂ എന്നാണ്. But these people who went to hell, they saw that who are saw all type of the WhatsApp and YouTube, all type of the sin, they are in the hellfire. എന്നാൽ ഈ നരകത്തിൽ പോയി ആ ദർശനം കണ്ടിട്ട് വന്നവർ പറയുന്നത് ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് അതിലുള്ളതായ ഈ മലിനമായ കാര്യങ്ങളെ നോക്കിയവർ അല്ലെങ്കിൽ കണ്ടവർ അവരെല്ലാം ഈ നരകത്തിൽ കിടക്കുകയാണ്. They are in the hellfire. They saw with the naked eyes. അവർ തങ്ങളുടെ നഗ്നനേത്രങ്ങളാൽ കണ്ടതാണ്. അവർ നരകത്തിൽ കിടക്കുകയാണ്. Nowadays our young children telling to the parents a very great lie. നമ്മുടെ ഈ നാളുകളിൽ നമ്മുടെ യൗവനക്കാർ മാതാപിതാക്കളോട് വലിയ കള്ളം പറയുന്നു. What they are saying? എന്താണ് അവർ പറയുന്നത്? Hey son, stop the studies and go and sleep. മോനെ, പഠിക്കുന്നതൊക്കെ നിർത്തിയിട്ട് പോയി കിടന്നുറങ്ങുന്നു പറയുമ്പോൾ, daughter, don't disturb it. You sleep, go and sleep. നീ ശല്യപ്പെടുത്താതെ പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞാൽ, Mommy, you don't disturb me. I am in online. I am studying in the online only. മമ്മി ശല്യപ്പെടുത്തരുത്, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. But their online is different, going to somewhere. എന്നാൽ അവരുടെ ലൈൻ പോകുന്നത് മറ്റ് എങ്ങോ നിഗൂഢമായ Going സ്ഥലങ്ങളിലേക്കാണ്. on seeing all the other things in the world. അവർ ഈ ലോകത്തിലെ ഒരു മറ്റു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Then parents believe them. പാവപ്പെട്ട മാതാപിതാക്കൾ അത് വിശ്വസിക്കുന്നു. After tired 1 hour, 1 o'clock, they go and slept. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവർ ഉറങ്ങും. After that, parents will open the mobile and going on seeing the picture movies. മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞെന്ന് കാണുമ്പോൾ മാതാപിതാക്കൾ മൊബൈൽ എടുത്ത് വെച്ച് സിനിമയൊക്കെ കാണാൻ തുടങ്ങും. In Secunderabad, I know some believers in the night time they are seeing the movies. They are well-known persons in the church. സെക്കന്ദരാബാദിൽ ചില ആളുകളെ അറിയാം. അവർ സഭയിൽ വലിയ പ്രമുഖ വ്യക്തികളാണ്. പക്ഷെ ഇതുപോലെ സിനിമയും കാണാറുണ്ട്. Their children only told very clearly that my father seeing the cinema. അവരുടെ മക്കൾ വന്നാണ് എന്നോട് പറഞ്ഞത്, എന്റെ അപ്പൻ സിനിമയൊക്കെ കാണുന്നുണ്ട്. Why I am telling all these things? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? The two believers came and confessed, Pastor, we seeing that filthy things and pictures and cinema, all that ugly type. Please forgive me. God must forgive that. Year after we won't do that. ഞാനിത് പറഞ്ഞത് 2 വിശ്വാസികൾ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ വിധമായ അശുദ്ധമായ അശ്ലീലമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് ക്ഷമിക്കണം, പാസ്റ്ററും ക്ഷമിക്കണം. ഞങ്ങൾ ഇനിമേലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. Dear children of God, we should not live our righteous life. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ നീതിയെ വിട്ടുകളയരുത്. If you live the righteous, your righteous will not be counted. You may be any year's believer. ആകയാൽ നിങ്ങളുടെ നീതിയെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്തതായ നീതിയൊന്നും കണക്കിടുകയില്ല. It will not be counted. അത് ഒരു നാളും നിങ്ങൾക്ക് കണക്കിടുന്നില്ല. 30 years, 40 years believer's life will be cancelled and it will be removed there. Errors from there. 30-40 വർഷങ്ങൾ നിങ്ങളൊരു വിശ്വാസിയായി ജീവിച്ചിരുന്നാലും അത് റദ്ദ് ചെയ്യപ്പെടും. അത് പൂർണ്ണമായും ഇല്ലാതെയായി തീരും. Fear only I am telling. In my life I am maintained that. That's why with fear only I am telling. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് വളരെ ഭയത്തോടെ പാലിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ ഭയത്തോടുകൂടെയാണ് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. That's why you may be any years of the believer, but don't lose the righteous life. If you lose the righteous life, then your righteous nation, otherwise in the rapture you will left behind. ആകയാൽ നിങ്ങൾ എത്ര വർഷത്തെ വിശ്വാസിയായാലും നിങ്ങളുടെ നീതിയെ നിങ്ങൾ ഒരിക്കൽ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ കളഞ്ഞാലോ കർത്താവിന്റെ വരവിൽ ആ ഉൽപ്രാവണത്തിൽ നിങ്ങൾ കൈവിടപ്പെടുകയേ ഉള്ളൂ. That's why every day you have to repent for your failures, for your shortcomings, and confess your sins and come back to the righteous life. ആകയാൽ ഓരോ നാളും നമ്മുടെ വീഴ്ചകൾ, കുറവുകളെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ചൊല്ലി അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം നമ്മുടെ നീതിയുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരണം. Read
one more verse from that same 18th chapter and read 30 and 31 also. എസ്കേൽ 18-ന്റെ 30-31 വാക്യം കൂടെ വായിക്കുക. Therefore I will judge you, O house of Israel, everyone according to his ways, saith the Lord God. Repent and turn yourself from all your transgression, so iniquity shall not be ruined. Cast away from all your transgression, whereby you have transgressed, and make you a new heart and a new spirit. For why will ye die, O house of Israel? അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? Why you want to die? Bible says. ബൈബിൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു മരിക്കുന്നു? If anything failures, if anything wrong in your life, you have to repent and turn to the Lord. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അനുദപിക്കുക, മടങ്ങി വന്ന് ദൈവത്തോട് അത് ഏറ്റുപറയുക. What is a real righteous life in our spiritual life? എന്താകുന്നു നമ്മുടെ ആത്മീക ജീവിതത്തിലെ യഥാർത്ഥ നീതി എന്ന് പറയുന്നത്? You must go and read Matthew 5th chapter, 6th chapter, 7th chapter every day. നിങ്ങൾ ഓരോ നാളും മത്തായി എഴുതിയ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങൾ ദിവസേന വായിക്കുക. Are we living according that 3 chapters? ഈ 3 അധ്യായ പ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത്? Our beloved Lord Jesus taught those doctrines. നമ്മുടെ പ്രിയ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ഉപദേശം നമ്മെ പഠിപ്പിച്ചത്. That's why we have to practice that righteous life every day. ആകയാൽ ഓരോ നാളും ഈ നീതിയെ നമ്മൾ അഭ്യസിക്കുന്നവരാകണം. Matthew 5th chapter 6th verse says, മത്തായി 5:6 പറയുന്നത്, Blessed are they which do hunger and thirst after the righteousness. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. We must have the thirst, hunger for the righteous life. നീതിയുള്ള ജീവിതത്തിനായി നാം വിശക്കുകയും ദാഹിക്കുകയും വേണം. And for they shall be filled. അവർ തൃപ്തരായി തീരും. That's why, dear children of God, today onwards, at least you start, come back to the Lord and live a righteous life. ആകയാൽ പ്രിയ ദൈവവേദലേ, കുറഞ്ഞപക്ഷം ഇന്നു മുതലെങ്കിലും നീ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ഒരു നീതിയുള്ള ജീവിതം നയിക്കുക. As we read in the Hebrews 7th chapter 1 and 2, എബ്രായ ലേഖനം 7-1-2 വാക്യങ്ങളിൽ വായിച്ചതുപോലെ, King of righteousness. നീതിയുടെ രാജാവ്. When you read the Luke 23rd chapter 47th verse, ലൂക്കോസ് 23-47 വാക്യം, now when the centurion saw what was done, he glorified God. ശതാധിപൻ സംഭവിച്ചതൊക്കെയും കണ്ടിട്ട് ദൈവത്തിനെ മഹത്വീകരിച്ചു. Lord Jesus suffered on the cross. കർത്താവായ യേശു ക്രൂശിൽ കഷ്ടങ്ങൾ സഹിച്ചു. And he gave up his ghost. അവൻ തന്റെ പ്രാണനെ വെടിഞ്ഞു. Lastly, what he gave the testimony. ഒടുവിൽ താൻ നൽകിയ സാക്ഷ്യം എന്താണ്? Certainly, this was a righteous man. ഈ മനുഷ്യൻ വാസ്തവമായി ഒരു നീതിമാനായിരുന്നു. Certainly, he is a righteous man. ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. That's why every day we have to live a righteous life in our sufferings. ആകയാൽ നാം ഓരോ നാളും നമ്മുടെ കഷ്ടങ്ങളിൽ കൂടി ഒരു നീതിയുള്ള ജീവിതം നയിക്കണം. We have sufferings in our life. Bible very clearly told. ബൈബിൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. But when you go through the sufferings, don't murmur, don't turn back, don't leave the Lord. എന്നാൽ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ പിറുപിറുക്കരുത്, പിന്തിരിയരുത്, കർത്താവിനെ ഉപേക്ഷിക്കരുത്. We have to suffer for Christ. നാം ക്രിസ്തുവിനായി കഷ്ടങ്ങൾ സഹിക്കണം. Because he suffered and died on the cross. എന്തുകൊണ്ടെന്നാൽ യേശു കഷ്ടം സഹിച്ച് ക്രൂശിൽ മരിച്ചു. Lord Jesus showed the love in so many manners. കർത്താവായ യേശു ക്രിസ്തു പല നിലകളിൽ തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. When you read the Matthew 5th chapter 24th verse, മത്തായി 5:24 വാക്യം വായിച്ചാൽ, if anyone against you, you go and reconcile with them.
ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അവരോട് നിരപ്പ് പ്രാപിക്കണം. Don't wait that somebody will come and ask pardon. ആരെങ്കിലും നിങ്ങളോട് വന്ന് ക്ഷമ ചോദിക്കാൻ കാത്തിരിക്കേണ്ട. If you have the love of God, you go and reconcile. That is the righteous life. ദൈവസ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പോയി നിരപ്പ് പ്രാപിക്കുക. ഇതാണ് നീതിയുള്ള ജീവിതം. Matthew 5th chapter 28 verse says, മത്തായി 5:28 പറയുന്നത്, there we are seeing that by looking with the lustful eyes only, you already adulter in your heart. മോഹത്തോടുകൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പരസംഗം ചെയ്തു കഴിഞ്ഞു. So many children of God, they are seeing the TV, movie and all other things in WhatsApp, YouTube. They are defiling their eyes. That is sin against God. എത്രയോ ദൈവമക്കൾ അവർ ടെലിവിഷനിൽ കൂടെ വാട്സാപ്പിൽ കൂടെ ഒക്കെയും അവർ സിനിമകളും മറ്റ് അശുദ്ധികളെല്ലാം കണ്ട് തങ്ങളുടെ കണ്ണുകളെ ഉപയോഗിച്ച് പാപം ചെയ്യുന്നു. അത് ദൈവത്തിന് വിരോധമായ പാപമാണ്. Like a Job, they are not consecrated their eyes. യോബിനെ പോലെ അവർ തങ്ങളുടെ കണ്ണുകളെ പ്രതിഷ്ഠിച്ചിട്ടില്ല, നിയമം ചെയ്തിട്ടില്ല. Job told that in Job 31 chapter 1st verse. യോബ് 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോബ് പറയുന്നത്, read that word. വായിക്കാം. I made a covenant with my eyes. Why then should I think upon I a man? covenant with my eyes. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു. We have to covenant with our eyes. നാം നമ്മുടെ കണ്ണുമായി നിയമം ചെയ്യണം. Now our children of God in the church, so many people do not know that how much they are doing the sin with their eyes. ഇന്ന് ദൈവസഭയിലുള്ള എത്രയോ ദൈവമക്കൾ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്തുമാത്രം പാപം ചെയ്യുന്നു എന്നവർ തിരിച്ചറിയുന്നില്ല. Some people without stopping, going on seeing and enjoy in the sinful life in their hearts. ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും ഇടവേള കൊടുക്കാതെ തുടർച്ചയായിട്ട് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ പാപം ചെയ്ത് ഹൃദയത്തിൽ ഈ പാപചിന്തകൾ പേറി നടക്കുന്നു. Our one of Pastor Samuel, he was served in the Kellys. He never see the sisters with their eyes. He just bowed down his head. ഡൽഹിയിലുണ്ടായിരുന്നതായ നമ്മുടെ ഒരു പാസ്റ്റർ സാമുവലുണ്ട്. അദ്ദേഹം സഹോദരിമാരെ നോക്കാറ് പോലുമില്ല, എപ്പോഴും തലകുമ്പിട്ടിങ്ങനെ ഇരിക്കും. He consecrated like that. താൻ തന്റെ ജീവിതത്തെ ആ നിലയിൽ പ്രതിഷ്ഠിച്ചു. But nowadays, children of God, they are going on seeing and seeing in their eyes, in their hearts. ഇന്ന് ദൈവമക്കളെ നോക്കിയാൽ അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു വിശ്രമം കൊടുക്കുന്നില്ല. Our saints taught that 80% sin will enter through the eyes only. നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ചതിൽ 80% നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെയാണെന്നാണ്. When you consecrate and covenant with eyes, then you never sin against God. എന്നാൽ കണ്ണുകളെ പ്രതിഷ്ഠിച്ച് നിയമം ചെയ്താൽ നാം ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയില്ല. Rest of the 20%, it will come through the ear only. 20% പാപം അത് നമ്മുടെ ചെവിയിൽ കൂടെ വരുന്നു. Not doing with the deeds, that is not great thing. By eyes, by ear only, the sin enter into your life. നാം പ്രവർത്തികളിൽ കൂടെ പാപം ചെയ്യുന്നതല്ല വലിയ കാര്യം. എന്നാൽ പാപം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ കണ്ണുകളിൽ കൂടെയും നമ്മുടെ ചെവികളിൽ കൂടെയുമാണ്. Matthew 5th chapter 44 says, മത്തായി 5:44 പറയുന്നത്, Lord told that love your enemies. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. Bless them that curse you. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. And pray for those who persecuted you. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പീൻ. This is a teaching and doctrine of our Lord Jesus Christ. ഇത് കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഉപദേശ സത്യങ്ങളാണ്. That's why we have to love our enemies. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം. Then only you are become a righteous man. അപ്പോൾ മാത്രമേ നിങ്ങൾ ഒരു നീതിമാനായി തീരുന്നുള്ളൂ. What is the third Jerusalem? അടുത്തതായി യെരൂശലേമിന്റെ മൂന്നാമത്തെ സവിശേഷത എന്ത്? Isaiah 1st chapter 26th verse says, യെശയ്യാവ് 1:26, city of faithfulness. വിശ്വസ്ത നഗരം. That Jerusalem name, another name is a city of faithfulness. യെരൂശലേമിന്റെ മറ്റൊരു പേരാണ് അത് വിശ്വസ്ത നഗരം. How many days you live on this earth? നിങ്ങൾ ഭൂമിയിൽ എത്ര നാളുകൾ പാർക്കുന്നു? You must be faithful
and you must be faithful to your God. നിങ്ങൾ വിശ്വസ്തരാകണം, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് വിശ്വസ്തരാകണം. 106 says, 101 സങ്കീർത്തനം Psalms 101:6 says, 101 സങ്കീർത്തനം 6 വാക്യം, mine eyes shall be upon righteous. എന്റെ ദൃഷ്ടി വിശ്വസ്തന്മാരുടെ മേലിരിക്കും. Every day God seeking who is a righteous man. ദൈവം ഓരോ നാളും നീതിമാന്മാരെ തിരയുന്നു. Same time God testing us that are we living as a righteous life. ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരു നീതിയുള്ള ജീവിതം നയിക്കുന്നു എന്ന് ദൈവം പരീക്ഷിക്കുന്നു. Dear child of God, we should not backslide in our life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു നാളും പിന്മാറുവാൻ പാടില്ല. Don't live a backsliding life and expecting from the coming of the Lord. ഒരു നാളും നിങ്ങൾ പിന്മാറ്റ ജീവിതം നയിക്കരുത്, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാമെന്ന് പ്രതീക്ഷിക്കരുത്. We must be faithful in the word of God. We must be faithful the teaching and doctrine of the apostle. ദൈവവചനത്തിൽ നമ്മൾ വിശ്വസ്തരാകണം. അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ച ഉപദേശങ്ങളിൽ വിശ്വസ്തരാകണം. How can you understand that you are faithful to God? നാം ദൈവത്തോട് വിശ്വസ്തരെന്ന് എങ്ങനെ മനസ്സിലാക്കാം? Nehemiah 7 chapter 2 verse says, നെഹെമ്യാവ് 7:2 faithful man and fear God. അവൻ വിശ്വസ്തനും പലരെക്കാളും ദൈവഭക്തൻ അഥവാ ദൈവത്തെ ഭയപ്പെട്ടവനുമായിരുന്നു. If you fear God every day, then you can very easily live a faithful life. നിങ്ങൾ ഓരോ നാളും ദൈവത്തെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിശ്വസ്തയോടെ ജീവിക്കാം. Jeremiah 42:5 verse says, യെരമ്യാവ് 42:5 the Lord be true and faithful witness between us. യഹോവ നമുക്ക് മധ്യേ വിശ്വസ്തതയുള്ളതായ ഒരു സാക്ഷിയായിരിക്കട്ടെ. Luke 19 chapter 17th verse, Lord Jesus told, ലൂക്കോസ് 19:17 യേശുക്രിസ്തു പറയുന്നു, faithful in a very little is a faithful so many things. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. Luke 16 chapter 10th verse says, ലൂക്കോസ് 16:10 faithful in which is the least is a faithful in much. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തനായിരിക്കും. It tell about the 1 talent and 2 talent and 10 talents like that. 1 താലന്ത് 2 താലന്ത് 10 താലന്ത് ഈ ഉപമയിലാണ് നമുക്കത് കാണുന്നത്. God gave so many talents to us. ദൈവം നമുക്ക് അനവധി താലന്തുകൾ തന്നിട്ടുണ്ട്. So many gifts God gave us. ദൈവം നമുക്ക് അനേക വരങ്ങൾ തന്നിട്ടുണ്ട്. But you are not using that. എന്നാൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല. You are hiding that talent in the ground. നിങ്ങൾ താലന്തുകളെ നിലത്ത് കുഴിച്ചിടുകയാണ്. But punishment is very severe. പക്ഷേ അതിനുള്ള ശിക്ഷ എന്നത് ഗുരുതരമായിരിക്കും. But 2 talent and 5 talent people done the business and multiply and gave to the master. 2 താലന്ത് 5 താലന്ത് ലഭിച്ചവരൊക്കെയും അവർ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കുകയുണ്ടായി. That's why we have to faithful what gave in our God gave in our hands. അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. Hebrews 3rd chapter 2nd verse says, എബ്രായർക്ക് എഴുതിയ ലേഖനം 3:2 പറയുമ്പോൾ, our Lord Jesus and Moses faithful to him that appointed him. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മോശയും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. Moses and Lord Jesus Christ also faithful. മോശയും കർത്താവായ യേശുക്രിസ്തുവും വിശ്വസ്തരായിരുന്നു. Believers and workers must be faithful before our God. വിശ്വാസികളും ദൈവ ശുശ്രൂഷകരും നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തരാകണം. Then only you can enter into the faithful city of Jerusalem. അങ്ങനെയെങ്കിൽ മാത്രമേ യെരൂശലേം എന്ന വിശ്വസ്ത നഗരത്തിൽ നമ്മൾ പ്രവേശിക്കൂ. Dear children of God, don't hear like a message tonight, but take in your heart to practice hereafter. പ്രിയമുള്ളവരെ, ഒരു പ്രസംഗം മാത്രമായിട്ട് നിങ്ങൾ ഇത് കേൾക്കാതെ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച ഇത് മുതൽ നിങ്ങൾ ഇതിനെ പ്രായോഗികമാക്കുവാൻ തുടങ്ങണം. God told lastly, Revelation 2nd chapter 10th verse, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, if at all you go to the jail also, if at all you have to go into persecuted hereafter. ഒരുപക്ഷെ ഇതുമുതൽ നിങ്ങളെ ചങ്ങലക്കിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വരികയോ ചെയ്താൽ, Bible very clear say, be thou faithful unto death. ബൈബിൾ വ്യക്തമായി നിങ്ങളോട് പറയുന്നുണ്ട്,
നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. When you faithful till you die, then you will go to that city of Jerusalem. നീ മരിക്കും വരെ വിശ്വസ്തനായിരിക്കുന്നുവെങ്കിൽ മാത്രമേ നീ യെരൂശലേം എന്ന വിശ്വസ്ത നഗരത്തിൽ പ്രവേശിക്കൂ. What is the fourth name? എന്താണ് യെരൂശലേമിന്റെ നാലാമത്തെ പേര്? Zechariah 8 chapter 3 verse says, സെഖര്യാവ് 8:3 city of truth, it is called. Jerusalem is a city of truth. യെരൂശലേം ആ നാളുകളിൽ സത്യനഗരം എന്ന് വിളിക്കപ്പെടും. That is the dwelling place of the Lord. അത് കർത്താവ് പാർക്കുന്ന ഇടമാണ്. That's we read Isaiah 26:2. Open ye gates, that the righteous nation which keepeth the truth, they will enter in. അതുകൊണ്ടാണ് യെശയ്യാവ് 26:2 വായിച്ചത്, സത്യത്തെ കൈക്കൊള്ളുന്ന അഥവാ വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറക്കും. As we know that John 14 chapter 6th verse, our Jesus Christ is the truth. യോഹന്നാൻ 14:6 പ്രകാരം നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു സത്യം. I am the way, the truth, and the life. No man can come unto the Father but by me. യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. Dear child of God, if we want to go to the city of the truth, we have to live according the truth, according the Bible, according the teaching and doctrines. പ്രിയ ദൈവവൈതലേ, ആ സത്യനഗരമാകുന്ന യെരൂശലേമിൽ പ്രവേശിക്കണമോ, നീ ബൈബിൾ പ്രകാരം, ദൈവവചന പ്രകാരം, ഉപദേശങ്ങൾ, സത്യങ്ങൾ പ്രകാരം ജീവിച്ചേ മതിയാകൂ. Because Jesus only truth, എന്തുകൊണ്ടെന്നാൽ യേശുവാണ് ഏക സത്യം. you have to follow his footsteps. നാം തന്റെ അടിച്ചുവടുകളെ അനുഗമിക്കണം. If you hear and build your life, you are going to build your house upon the rock. ആകയാൽ നിങ്ങൾ അത് കേട്ടനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ വീടിനെ നിങ്ങൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നു. Truth means word of God. സത്യം എന്നാൽ ദൈവവചനം. Word of God means Bible. ദൈവവചനം എന്ന് പറയുന്നത് ബൈബിൾ. We must live according to this truth. ആകയാൽ ഈ സത്യാനുസാരം നമ്മൾ ജീവിക്കണം. John 18 chapter 37 says, യോഹന്നാൻ 18:37 പറയുന്നത്, I born and for this cause came I into the world, that I should bear witness unto the truth. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ജനിച്ചിരിക്കുന്നു, അതിനായി ഞാൻ ലോകത്തിൽ വന്നുമിരിക്കുന്നു എന്ന് യേശു പറയുന്നു. Dear child of God, Lord Jesus came in this world to prove that is the truth. പ്രിയ ദൈവവൈതലേ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് താനാണ് സത്യമെന്ന് തെളിയിക്കേണ്ടതിനാണ്. John 8 chapter 32 says, യോഹന്നാൻ 8:32 പറയുന്നത്, we shall know the truth and the truth shall make you free. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. Dear child of God, when you live a life of truth, there is no bondage for you, and the truth will make you free in your life. ആകയാൽ പ്രിയ ദൈവപൈതലേ, നീ സത്യത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഒരു ബന്ധനവും ഉണ്ടായിരിക്കുകയില്ല. ഈ സത്യം നിന്നെ സാക്ഷാൽ സ്വതന്ത്രനാക്കും. John 16 chapter 13 says, യോഹന്നാൻ 16:13 പറയുന്നത്, the spirit of truth is come, he will guide you unto the truth. സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. So when you read when you receive the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, then the Holy Spirit teach you truth, all the truth in your everyday life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ എല്ലാ സത്യവും നിങ്ങളെ പഠിപ്പിക്കും. One sound coming behind from you, നിങ്ങളുടെ പുറകിൽ നിന്നൊരു വാക്കിങ്ങനെ കേൾക്കും, this is a way, this is a path you have to go, not to right, not to left. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, ഇതാകുന്നു വഴി, ഇതിൽ നടപ്പിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. That's why Holy Spirit and Bible will teach you how to go in the truth. ആകയാൽ പരിശുദ്ധാത്മാവും ബൈബിളും ചേർന്ന് എങ്ങനെ സത്യത്തിൽ നടക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. Every day you have to fill in the Holy Spirit. ഓരോ നാളും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. Every day you have to read the Bible. ഓരോ നാളും നമ്മൾ ബൈബിൾ വായിക്കണം. Then it will lead you all the truths. അപ്പോൾ അത് നിങ്ങളെ സകല സത്യത്തിൽ കൂടെയും വഴി നടത്തും. What is the fifth name of the city? എന്താണ് ഈ നഗരത്തിന് അഞ്ചാമതുള്ള പേര്? Revelation 21 chapter 10 says, വെളിപ്പാട് 21:10 വാക്യം പറയുന്നത്, Holy city of Jerusalem. വിശുദ്ധ നഗരമായ യെരൂശലേം. Read that word.
Having the glory of God, our light was like unto a stone which was precious, even like a jasper stone, clear as crystal. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. 27th verse. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. And there shall in no wise enter into it any that defileth, neither whatsoever worketh abomination or maketh a lie, but they which are written in the Lamb's book of life. Pentecostal children of God, they are love the Lord and faithful to God also. ബന്ധകോസ്തുകാരായ ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അവർ കർത്താവിന് വിശ്വസ്തരായിരിക്കുന്നു. But same time they are forget this verse. എന്നാൽ അതേ വേളയിൽ ഈ വചനം അവർ മറക്കുന്നു. Anything that defileth, അശുദ്ധമായത് പ്രവർത്തിക്കുന്നതൊന്നും, neither whatsoever worketh abomination, മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നവനും and maketh a lie. ഭോഷ്ക് പ്രവർത്തിക്കുന്നവനും. These three things, children of God not observing, not watching that word. ദൈവമക്കൾ ഈ മൂന്ന് കാര്യങ്ങൾ അവർ ഈ ലോകത്തിൽ അത് ശ്രദ്ധിക്കുന്നില്ല, അത് നിരീക്ഷിക്കുന്നില്ല. That's why sometimes their names will be removed from the Lamb's book of life. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ അവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത്. Tonight you have to check what type of the sin doing before our God. രാത്രി നാം നമ്മുടെ കർത്താവിന്റെ മുൻപാകെ ഇതിലേതുവിധ പാപം ചെയ്യുന്നു എന്ന് നമ്മെ പരിശോധിക്കണം. With your secret sins are you defiled yourself. നിങ്ങളുടെ രഹസ്യപാപങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മലിനപ്പെടുത്തിയിരിക്കുന്നുവോ? Otherwise doing the abominable things before our God. അല്ലാത്ത പക്ഷം നിങ്ങൾ കർത്താവിന് മുൻപാകെ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നു. Specially speaking and make it a lie. പ്രത്യേകിച്ച് ഭോഷ്ക് പറയുക, പ്രവർത്തിക്കുക. Their names will not be written in the book of Lamb's book of life. അവരുടെ പേര് കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതി കാണപ്പെടുന്നില്ല. That's why we have to examine whether these three things, anything is working in our life. ആകയാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം. According to the Bible, Pentecostal children of God doing a 7 type of the sin. ബൈബിൾ പ്രകാരം ബന്ധകോസ്തുകാരായ ദൈവമക്കൾ ചെയ്യുന്ന 7 വിധമായ പാപങ്ങളുണ്ട്. I am not accusing you, I am putting before you whether you have anything. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. 1 John 5th chapter 17th verse says, 1 യോഹന്നാൻ 5:17 പറയുന്നത്, 1 John 5th chapter 17th verse says, 1 യോഹന്നാൻ 5:17 all unrighteousness is a sin. എല്ലാ അനീതിയും പാപം തന്നെ. If you live any type of the unrighteousness, ഏതെങ്കിലും വിധമായ അനീതി നിങ്ങൾ പ്രവർത്തിച്ചാൽ, if you judge anyone wrongly, ആരെങ്കിലും തെറ്റായി നിങ്ങൾ വിധിച്ചാൽ, if you are not faithful in your prayer life, പ്രാർത്ഥനാ ജീവിതത്തിൽ അവിശ്വസ്തരായാൽ, are you if you are not seeking kingdom of God, yet seeking the things of the world, what to eat, what to dress and what to drink, ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നതിന് പകരം എന്താ തിന്നും, എന്താ കുടിക്കും, എന്താ ഉടുക്കും എന്നിങ്ങനെ ഈ ലോകത്തിനുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. all the unrighteousness is a sin, Bible says. ബൈബിൾ പറയുന്നുണ്ട് എല്ലാ അനീതിയും പാപമാകുന്നു. 1 John, second one, 1 John 3rd chapter 4th verse. അടുത്തതായിട്ട് 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം, Whosoever committeth sin transgresseth also the law, for sin is a transgression of the law. പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. 1 John 3rd chapter 4th verse say, sin is the transgression of the law. 1 യോഹന്നാൻ 3-ൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, പാപം എന്നത് ന്യായപ്രമാണ ലംഘനമാകുന്നു. Law given to the Moses, through the Moses in the Old Testament days. പഴയ നിയമ കാലയളവിൽ മോശെ മുഖാന്തരമാണ് ഈ ന്യായപ്രമാണം നൽകിയത്. In that especially 10 commandments. പ്രത്യേകിച്ച് അതിൽ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. But if when you are not fulfill that, you are sin against God. എന്നാൽ അത് നിങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നു. But if you go through the 10 commandments, you never live on this earth. എന്നാൽ ആ 10 കൽപ്പനകളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാൽ
നിങ്ങൾ if you want to do the 10 commandments, you can't live on this earth. ആ 10 കൽപ്പനകളും അനുസരിച്ചാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ലോകത്തിൽ ജീവിക്കുക സാധ്യമല്ല. Because so many people fail in the 10 commandments. എന്തുകൊണ്ടെന്നാൽ അനേക ആളുകൾ ഈ 10 കൽപ്പനകളിൽ പരാജയപ്പെടുന്നു. Our beloved Lord Jesus Christ came in this world and changed into the only two commandments. എന്നാൽ നമ്മുടെ പ്രിയ കർത്താവായ ലോകത്തിൽ വന്നിട്ട് ഇതിനെ രണ്ടാക്കി മാറ്റിയെടുക്കുന്നു. First of all, you love your God with whole heart, whole mind and with strength. ഒന്നാമതായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ബലത്തോടും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക. Lord told only you love your God with whole heart. കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. So many Pentecostal children, they are loving God, but same time they want to love other things also. അനേക ദൈവമക്കൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെയും അതേ സമയത്ത് മറ്റു പല കാര്യങ്ങളെയും സ്നേഹിക്കുന്നു. They want to love the people, they love the world and love the so many things in the YouTube and WhatsApp. അവർ ലോകത്തിലുള്ള പലവിധ ആളുകളെ, പല സംഗതികളെ, ഇതുപോലെ യൂട്യൂബ്, വാട്സാപ്പ്, ഇതിലുള്ള കാര്യങ്ങളൊക്കെ അവർ അതോടൊപ്പം സ്നേഹിക്കുന്നു. They only are transgression the law. അവര് ദൈവത്തിന് മുൻപാകെ ന്യായപ്രമാണ ലംഘികളാകുന്നു. Secondly, God told to love your neighbor. രണ്ടാമതായി കർത്താവ് പറഞ്ഞു, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. But so many children of God, they won't love the neighbors, even the co-believers. എന്നാൽ പല ദൈവമക്കൾ തങ്ങളുടെ കൂട്ടുകാർ അഥവാ കൂട്ടുവിശ്വാസികളെ പോലും സ്നേഹിക്കുന്നില്ല. They come to the faith home, but they won't see each other. അവർ വിശ്വാസ വീട്ടിൽ വരും, പക്ഷെ പരസ്പരം നോക്കുക പോലുമില്ല. If they come from that side, they will just turn their face like this side. ആ വഴിയിൽ കൂടെ വന്നാൽ ഇവരെ കാണാതെ വണ്ണം മുഖം മറുഭാഗത്തേക്ക് തിരിച്ചു പിടിക്കും. And murmuring themselves, oh, that man is coming before me, what to do, how to escape. എന്നിട്ട് ഉള്ളത്തിൽ അവരിങ്ങനെ പെറുപെറുക്കും, ആ ഒരുത്തൻ നേരെ കയറി വരുന്നു, അവനെ കാണാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. Like that they want to escape somewhere. എങ്ങനെയെങ്കിലും അവനെ വിട്ട് ഒഴിഞ്ഞു പോകാൻ നോക്കും. Suddenly you are coming before the man, you can't escape also. എന്നാൽ പെട്ടെന്ന് നിങ്ങൾ അറിയാതെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാതെയാകും. Immediately you will show your 30 teeth and say that, praise the Lord, Amamme, praise the Lord, Apachan, and going on showing the teeth, but there is no love in the heart. ഉടനെ പല്ല് 32 വെളിയിൽ കാണിച്ച് അപ്പച്ച അമ്മച്ചി സ്തോത്രം എന്ന് പറയും, എന്നാൽ ഹൃദയം കൊണ്ട് അവരെ സ്നേഹിക്കുന്നില്ല. You have to love your neighbor, Bible very clearly says. ബൈബിൾ വ്യക്തമായി പറയുന്നു, കൂട്ടുകാരനെ നീ സ്നേഹിക്കണം. You have to love your believer. നീ നിന്റെ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കണം. You have to love your workers. നിന്റെ ശുശ്രൂഷകരെ സ്നേഹിക്കണം. Dear children of God, that is only really law we have to follow. Then only we are not doing sin against our God. പ്രിയ ദൈവമക്കളെ, നമ്മൾ വാസ്തവമായി പിൻപറ്റേണ്ടതായ ന്യായപ്രമാണം ഇതാണ്. അപ്പോഴാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്. What is the third sin? എന്താണ് മൂന്നാമത്തെ പാപം? Romans 14 chapter 23rd verse says, റോമാലേഖനം 14:23, whatsoever is not of faith is a sin. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. Dear child of God, God called us to live a faith life. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചത് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ. Our forefathers Abraham and Isaac and Jacob, they lived in the tent life. നമ്മുടെ പൂർവ്വപിതാക്കളായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ കൂടാരവാസമാണ് നയിച്ചത്. We have to live a faith life in our lives. നാം നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കണം. Abraham lived faith life. അബ്രഹാം ഒരു വിശ്വാസ ജീവിതം നയിച്ചു. So whatsoever not coming by faith, that is a sin in the sight of God. ആകയാൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമാണ്. Whenever you go through the problem, you want something, you are going and ask somebody without faith, and you want to buy and brought the loan, like that you are living. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് വിശ്വാസ ജീവിതം സൂക്ഷിക്കാതെ ആരെങ്കിലും ചെന്ന് കാണുന്നു, അവരുടെ പക്കൽ നിന്ന് കടമായി മേടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നേടി ജീവിക്കാൻ ശ്രമിക്കുന്നു. Our founder Pastor Paul's son is the Sam Paul. നമ്മുടെ സഭാസ്ഥാപകനായ പാസ്റ്റർ പോൾ അവരുടെ മകനായ സാം പോൾ. That time they have no food at all. ആ സമയത്ത് ആഹാരം പോലും ഇല്ലായിരുന്നു. Pastor Paul praying there. പാസ്റ്റർ പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. Did Sam Paul went and asked സാം പോൾ ചെന്ന് ചോദിച്ചു, Father, I want egg. അപ്പാ എനിക്ക് കേക്ക് വേണം. Then Pastor Paul told, I am not your father, there is a heavenly Father, go and pray, kneel down and pray.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനല്ല, നിന്റെ സ്വർഗീയ പിതാവാണ് നിന്റെ അപ്പൻ, അതുകൊണ്ട് നീ പോയി പ്രാർത്ഥിച്ച് ആ പിതാവിനോട് ചോദിക്കുക. Innocently he went and prayed, going on pray, Father, I want egg, please send me. അദ്ദേഹം ചെന്ന് മുഴങ്കാലിരുന്ന്, കർത്താവേ എനിക്ക് കേക്ക്, പിതാവേ എനിക്ക് കേക്ക് വേണം, എനിക്കത് തരണമെന്ന് പറഞ്ഞു. After praying and finished there, he went outside. One crow brought the egg and put there. പ്രാർത്ഥന കഴിഞ്ഞിട്ട് താൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാക്ക വന്ന് ഒരു മുട്ട അവിടേക്ക് ഇട്ടിട്ട് പോയി. This happened. അത് സംഭവിച്ച കാര്യമാണ്. Same manner, Pastor Joy Thomas, when he was serving in the Andhra Pradesh, അതുപോലെ തന്നെയാണ് പാസ്റ്റർ ജോയ് തോമസ് താൻ ആന്ധ്രാപ്രദേശിൽ വേല ചെയ്യുമ്പോൾ he have no soap to wash his clothes. തനിക്ക് തന്റെ തുണി അലക്കാൻ സോപ്പില്ലായിരുന്നു. Then he prayed, Lord, send me soap. കർത്താവേ എനിക്ക് സോപ്പ് തരണമെന്ന് താൻ പ്രാർത്ഥിച്ചു. One raven came and the crow came and put that soap up before him. ഒരു കാക്ക വന്ന് തന്റെ മുൻപിൽ സോപ്പ് ഇട്ടിട്ട് പോയി. Like that, so many testaments are there. ഇതുപോലെ എത്രയോ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. Dear child of God, you may have lakhs of the rupees, but you have to live a faith life. പ്രിയ ദൈവ പൈതലേ, ലക്ഷക്കണക്കിന് രൂപ നിന്റെ കയ്യിൽ ഉണ്ടായാലും നീ ഒരു വിശ്വാസ ജീവിതം നയിക്കണം. God gave me crores of the rupees in my hands, ദൈവം എന്റെ കൈകളിൽ കോടിക്കണക്കിന് രൂപ തന്നിട്ടുണ്ട്. but today also I am living a faith life. എന്നാൽ ഇന്നും ഞാനൊരു വിശ്വാസ ജീവിതം നയിക്കുന്നു. I never buy anything in my life. ഞാൻ എന്റെ ജീവിതത്തെ എനിക്കായി ഒന്നും വാങ്ങിയിട്ടില്ല. 42 long years I never buy anything with my money for my sake. ഞാൻ 42 വർഷമായിട്ട് എന്റെ കയ്യിൽ വന്ന പണം ഉപയോഗിച്ച് എനിക്കായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. You may believe, you may not be believe. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും I never buy Bible. ഞാൻ ബൈബിൾ പോലും വാങ്ങിയിട്ടില്ല. One of the Bible one mother gave in my ministry. ഞാൻ ശുശ്രൂഷയിൽ വന്നപ്പോൾ മദർമാരിൽ ഒരാളാണ് എന്റെ ബൈബിളിൽ ഒന്ന് എനിക്ക് തന്നത്. Pastor Edwin brought this Bible from Malaysia. പാസ്റ്റർ എഡ്വിൻ ആണ് മലേഷ്യയിൽ നിന്ന് ഈ ബൈബിൾ വാങ്ങിക്കൊണ്ട് തന്നത്. That Pastor Edwin gave to that mother. ആ പാസ്റ്റർ എഡ്വിൻ അത് ആ മദറിന് കൊടുത്തു. That mother gave to me. ആ മദർ എനിക്ക് തന്നു. Now what I am using this Bible, it is in my hand 42 long years. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ബൈബിൾ എന്റെ കയ്യിലായിട്ട് 42 നീണ്ട വർഷങ്ങളായി. I never buy any Bible for me. ഞാൻ എനിക്കായിട്ട് ഒരു ബൈബിൾ വാങ്ങിയിട്ടില്ല. I never buy any clothes for me. ഞാൻ എനിക്കായി തുണി വാങ്ങാറില്ല. I never buy even button, blade and shave and paste, anything. All God will send by faith only. ഞാൻ ബട്ടണോ അല്ലെങ്കിൽ ബ്ലേഡോ ഷേവ് ചെയ്യാനുള്ള റേസറോ ഒന്നും തന്നെ ഞാൻ പണം കൊടുത്ത് വാങ്ങുന്നില്ല. ദൈവം എനിക്ക് തരുന്നതേ ഉള്ളൂ. Any box, any shoe, any slippers, anything I never buy. By faith only God sending double, triple more than anything. ഞാൻ എനിക്ക് വേണ്ടി പെട്ടിയോ ചെരിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. ദൈവം അത് 2 ഇരട്ടി 3 ഇരട്ടി ആയിട്ട് എനിക്ക് അയച്ചു തരുന്നതാണ്. Dear children of God, I am not boasting this one. പ്രിയ ദൈവമക്കളെ, ഞാനിതൊരു പൊങ്ങച്ചമായി പറയുകയല്ല. But today also I live by faith for everything. ഞാൻ ഇന്ന് ഓരോ കാര്യത്തിനും വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. You have to live by faith only, otherwise it is a sin in the sight of God. നാം വിശ്വാസത്താൽ ജീവിക്കണം, അല്ലാത്ത പക്ഷം അത് ദൈവം മുൻപാകെ പാപമായിരിക്കും. Especially for your divine healing. പ്രത്യേകിച്ച് നിങ്ങളുടെ ദൈവിക രോഗ Divine healing you have to live by faith. നാം ദൈവിക രോഗശാന്തിക്കായി വിശ്വാസത്തിൽ ജീവിക്കണം. 46 long years I never saw any doctor for my sickness. 46 നീണ്ട വർഷങ്ങളായിട്ട് എന്റെ രോഗത്തിന് വേണ്ടി ഞാനൊരു ഡോക്ടറെ കണ്ടിട്ടില്ല. But by faith only I healed so many terrible sicknesses. എത്രയോ ഭീകര രോഗങ്ങൾ വന്നിട്ട് വിശ്വാസത്താൽ എനിക്ക് സൗഖ്യം കിട്ടി. That's why you have to maintain the faith even in the divine healing. അതുകൊണ്ടാണ് ദൈവിക രോഗശാന്തിയുടെ കാര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളണം. What is the fourth sin? എന്താണ് 4ാമത്തെ പാപം? James 4 chapter 17 says, യാക്കോബ് എഴുതിയ ലേഖനം 4:17 not doing good to anyone. You are a capable person. If you are not doing good, that is a sin in the sight of God. നിനക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹനായ വ്യക്തിക്ക് നീ ചെയ്യാതിരിക്കുന്നത് പാപമാണ്. You have capacity to do something. You have capacity. നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാനുള്ള പ്രാപ്തിയുള്ളപ്പോൾ, You have the money, you have the food, something you can help. നിന്റെ കയ്യിൽ പണമുണ്ടായിരിക്കാം, ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം,
If you saw the poor believer also, you can't do it. ദരിദ്രനായ ഒരു വിശ്വാസിയെ കണ്ടാൽ നീ അത് ചെയ്യേണ്ടതാണ്. You can do it, but if you won't do that only, that is a sin in the sight of God. അത് ചെയ്യുവാൻ നിനക്ക് കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ദൈവത്തിന് മുൻപാകെ പാപിയായി തീരുന്നത്. That's why you have to remember the poor people also. അതുകൊണ്ട് തന്നെ നാം ദരിദ്രരെ ഓർക്കേണ്ടത് ആവശ്യം. What is the fifth one? എന്താണ് അഞ്ചാമത്തേത്? Proverbs 24 chapter 9 says. സദൃശവാക്യം 26:9 പറയുന്നത്. Proverbs 24 chapter 9 verse. സദൃശവാക്യം 24:9. Thou foolishness is sin. Read that word. സദൃശവാക്യം 24:9. The thought of foolishness is sin. Sorry. ഭോഷന്റെ നിരൂപണം പാപം തന്നെ. Thought of foolishness is a sin. ഭോഷന്റെ നിരൂപണങ്ങൾ പാപം. How much you go on thinking in your mind with foolishly, that is a sin in the sight of God. നിന്റെ മനസ്സിൽ എത്രത്തോളം ഭോഷത്വമുള്ള വിചാരങ്ങൾ വരുന്നു അത് ദൈവത്തിന് മുൻപാകെ പാപമാണ്. In the time of Noah, destroy the world because of thoughts, evil thoughts. നോഹയുടെ കാലത്ത് ലോകം നശിപ്പിക്കപ്പെടാനുള്ള കാരണം അവരുടെ ദുശ്ചിന്തകളാണ്, ദുർവിചാരങ്ങളാണ്. Nowadays so many believers and workers, they are suffering in their mind. They are go on thinking the foolish things. ഇന്ന് അനേക ശുശ്രൂഷകരും ദൈവമക്കളും അവർ തങ്ങളുടെ മനസ്സിൽ ഈ വിധമായ കഷ്ടതയിലൂടെ പോകുന്നു. അവർ ഭോഷത്വമായ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. What is the sixth sin? എന്താണ് ആറാമത്തെ പാപം? Very important, you have to understand. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 1 Samuel 12 chapter 13 verse says. 1 ശമൂവേൽ 12:23. If you won't pray for you, I have sinned against my God. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ദൈവത്തോട് പാപം ചെയ്യുവാനിട വരുന്നു. Believers and workers, you have to pray for others. വിശ്വാസികളും ശുശ്രൂഷകരും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം. Dear child of God, hereafter the terrible day is going to come. പ്രിയ ദൈവമക്കളെ, ഇതാ ഭീകര നാളുകൾ നമ്മുടെ മുൻപിലുണ്ട്. Every day you have to pray for the election. God must choose the right leader in this land. ഈ ദേശത്തിന് തക്കതായ ഭരണാധികാരികളെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിന് ഈ തിരഞ്ഞെടുപ്പിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. Samuel says, great prophet Samuel says that if I won't pray for you, I sin against my God. മഹാനായ പ്രവാചകനായ ശമൂവേൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുന്നു. Dear child of God, that's why we must understand we have to pray every day, not for us, not for our family. We have to pray for the church and the world. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം ദിവസം തോറും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും. What is seventh one? എന്താണ് ഏഴാമത്തേത്? Romans 5th chapter 19th verse says. റോമാലേഖനം 5:19. All the disobedient is a sin in the before sight of God. എല്ലാ അനുസരണക്കേടും ദൈവ മുൻപാകെ പാപമാകുന്നു. Dear child of God, if you disobey the word of God, you are sin against God. ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന അനുസരണക്കേട് ദൈവ മുൻപാകെ പാപമാണ്. If you disobey the voice of God, that is a sin in the sight of God. കർത്താവിന്റെ ശബ്ദത്തോട് കാണിക്കുന്ന അനുസരണക്കേട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമാണ്. If you disobey the Holy Spirit, that is a sin in the sight of God. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന അനുസരണക്കേട് ദൈവ ദൃഷ്ടിയിൽ പാപമാണ്. You can say, Pastor, 7 list you told this much great sin we don't know we are doing, but how can we escape? Only prayer and sanctify your life. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങൾ പറയും, പാസ്റ്ററെ, ഇത്രയും 7 പാപങ്ങളുടെ പട്ടിക പറഞ്ഞല്ലോ, ഇത് എത്ര ഗുരുതരമാണ്, ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, ഇതിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് ഒരു ശുദ്ധീകരണം ആവശ്യപ്പെടുക. Isaiah 62 chapter 6th verse says. യശയ്യാപ്രവചനം 62:6. I have set watchmen upon thy walls, O Jerusalem. Watchman means the servants of God. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് അവിടെ പറയുമ്പോൾ ആ കാവൽക്കാരെന്ന് പറയുന്നത് ദൈവ ശുശ്രൂഷകരാണ്. God only not called for the Jerusalem city, but God gave the servants of God as a watchman
praying day and night for you. ദൈവം തന്നെയാണ് നമ്മളെ പുതിയ യെരൂശലേമിനായി വിളിച്ചിരിക്കുന്നത്. എന്നാൽ രാപകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് കാവൽക്കാരായിട്ട് ദൈവം ശുശ്രൂഷകരെ വിളിച്ചാക്കി വെച്ചിരിക്കുന്നു. Hebrews 12 chapter 14 verse says, ലേഖനം 3:14 പറയുമ്പോൾ, follow peace with all men and holiness, without which no man shall see the Lord. എബ്രായർ 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. If you want to go to that city of God, നിങ്ങൾ ആ ദൈവനഗരത്തിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ every day you have to follow peace with every man. ഓരോ നാളും എല്ലാവരോടും നിങ്ങൾ സമാധാനം ആചരിക്കണം. 1 Peter 1 chapter 15 verse says, 1 പത്രോസ് 1:15 പറയുന്നത്, but as he which hath called you is holy, so be ye holy in all manner of conversation. ആകയാൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായിരിപ്പീൻ. Because God is holy, we have to live a holy life. നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. 1 Thessalonians 4 chapter 7 verse says, 1 തെസ്സലോനിക്കർ 4:7 for God hath not called unto uncleanness but unto holiness. ദൈവം നമ്മെ അശുദ്ധിക്കായിട്ടല്ല വിശുദ്ധിക്കായത്രേ വിളിച്ചിരിക്കുന്നു. That's why, dear children of God, we have to live a holy life and we have to prepare ourselves for the coming of the Lord. ആകയാൽ പ്രിയരെ, നാം ഒരു വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായി നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. What is the sixth name of the Jerusalem? യെരൂശലേമിനുള്ള ആറാമത്തെ പേരെന്താണ്? Jeremiah 3rd chapter 17th verse. യെരമ്യാവ് 3:17. That is, Jerusalem is the throne of the Lord. യെരൂശലേം കർത്താവിന്റെ സിംഹാസനം, യഹോവയുടെ സിംഹാസനം എന്ന് വിളിക്കപ്പെടും. We are heard about that Jerusalem is a city and preparing for us. നമുക്കായിട്ട് യെരൂശലേം എന്ന നഗരം ഒരുക്കുന്നു എന്ന് നമ്മൾ കേട്ടല്ലോ. But here we read that Jerusalem is a throne of the Lord. യെരൂശലേം യഹോവയുടെ സിംഹാസനമാകുന്നു. Read the Ezekiel 47 chapter 12th verse. എസ്കേൽ 47 അധ്യായം 12 വാക്യം. And by the river upon the bank thereof, on the side and that side, shall grow all trees for meat, whose leaf shall not fade, neither shall the fruit thereof be consumed. It shall bring forth new fruit according to his months, because their waters they issued out of the sanctuary, and the fruit thereof shall be for meat, and the leaf thereof for medicine. Revelation 22 chapter 1 and 2. വെളിപ്പാട് 22:1-2 വാക്യം. And he showed me a pure river of water of life, clear as crystal, proceeding out of the throne of God and of the Lamb. So this water coming from the out of the throne of God. ആകയാൽ ഈ വെള്ളം സിംഹാസനത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. That city is as a clear crystal, proceeding out of the throne of God. അത് ദൈവസിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്ഫടിക തുല്യമായതാകുന്നു. That's why that city is a throne of God. ആകയാൽ ഈ നഗരം ദൈവത്തിന്റെ സിംഹാസനമാകുന്നു. That river coming into your heart, into your belly, to fill and quicken your life and live a great victorious life. ആ വെള്ളം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട് അത് നിന്റെ ഉള്ളത്തിലേക്ക് വന്ന് നിന്റെ ഉള്ളത്തിലെ നിറച്ചിട്ട് ഒരു വിജയകരമായ ജീവിതത്തിനായിട്ട് അത് നിന്നെ ഒരുക്കുന്നു. Anointing of the Holy Spirit will bring the victorious life in your spiritual life. പരിശുദ്ധാത്മാഭിഷേകമാണ് നിന്റെ ആത്മീക ജീവിതത്തിൽ നിനക്ക് ഒരു ജയജീവിതം പ്രദാനം ചെയ്യുന്നത്. Revelation 3rd chapter 21 says, വെളിപ്പാട് 3:21 പറയുന്നു, to him that overcometh will I grant to sit with me in my throne. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. To whom God written this truth? ആർക്കാണ് ഈ സത്യം കർത്താവ് എഴുതുന്നത്? They are the backslider, otherwise lukewarm life, Laodicea. ശീതോഷ്ണവാന്മാരായി ജീവിക്കുന്ന പിന്മാറ്റ നിലവാരത്തിലുള്ള ലവോദിക്ക സഭയ്ക്കാണ് ഈ വാക്കുകൾ എഴുതപ്പെട്ടത്. Read chapter 3rd chapter 17th verse. വെളിപ്പാട് പുസ്തകം 3:17 വാക്യം The വായിക്കാം. worst people, the worst backsliders. ഏറ്റവും മോശപ്പെട്ടതായ പിന്മാറ്റക്കാരായ ആളുകൾ. Because thou sayest, I am rich and increased with goods and have need of nothing, and knowest not the what wicked, miserable, poor and blind and naked. ഞാൻ ധനവാൻ
സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കയാൽ There's no good character in that church. ആ സഭയിൽ നല്ല സ്വഭാവങ്ങളൊന്നും ദൃശ്യമല്ല. 5 types of the backsliding spirit is there. 5 വിധമായ പിന്മാറ്റത്തിന്റെ ആത്മാക്കളും അവിടെയുണ്ട്. They are blind, become a blind. അവർ അവിടെ അന്ധരായിരിക്കുന്നു, They കാഴ്ചയില്ല. lost the vision of coming of the Lord. കർത്താവിന്റെ വരവിന്റെ ദർശനം നഷ്ടപ്പെട്ടു. They lost to reach the goal in heaven. അവർക്ക് സ്വർഗത്തിൽ എത്തണമെന്നതായ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. They are naked like Adam. അവർ ആദാമിനെ പോലെ നഗ്നരായി. They lost the clothes which God gave to them. ദൈവം അവർക്ക് കൊടുത്തതായ വസ്ത്രം നഷ്ടപ്പെട്ടു. They are wretched people, Bible says. അവർ പാപത്താൽ അരിഷ്ടരായ ആളുകളായി മാറി. Because what they want to do, they are not doing, which they should not do, they are doing in their life. എന്തുകൊണ്ടെന്നാൽ അവർ ജീവിതത്തിൽ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, ചെയ്യരുതാത്തത് ചെയ്യുന്നു. St. Paul told that I am the wretched man, not I, but sin which is ruleth in my body. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ ഇത് ചെയ്യുന്നത്. That's why, dear children of God, so many backsliding life is in that church. അതുകൊണ്ട് തന്നെ പ്രിയരെ, ഈ സഭയെ നോക്കിയാൽ പലവിധമായ പിന്മാറ്റ അനുഭവങ്ങളെ കാണാം. Once again you read 17. ഒന്നുകൂടെ 17-ാം വാക്യം വായിക്കുക. Because thou sayest, I am rich and increased with goods and have nothing need of, and knowest not that thou art wretched and miserable and poor and blind and naked. Miserable. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്നറിയാതിരിക്കയാൽ. Miserable and poor also. നീ അരിഷ്ടനും ദരിദ്രനുമാകുന്നു. But that church telling that we are rich, we are everything, nothing is lack in my life. എന്നാൽ ആ സഭ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല. But spiritually they are backsliding like lukewarm life. എന്നാൽ ആത്മീകമായ അവർ പിന്മാറ്റത്തിലാണ്, ശീതോഷ്ണവാന്മാരായി ജീവിക്കുന്നു. Dear child of God, tonight I am not accusing your life, but I reminding you, is there anything in your life? പ്രിയ ദൈവവൈതലേ, ഇന്ന് രാത്രി നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Because God loves that church. എന്തുകൊണ്ടെന്നാൽ ആ സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. 19th verse says that you have to repent and turn to me and open your heart. I will come in your heart and dine with you. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, ഞാൻ നിന്നോടുകൂടെ നീ എന്നോടുകൂടെ അത്താഴം കഴിക്കും. God grant a great promise that if you repent and come back, I will make you to sit along with me in my Father's throne. നീ അനുദപിച്ച് എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്നോട് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തം ദൈവം അവർക്ക് കൊടുക്കുന്നു. I am not casting out you. ഞാൻ ഒരിക്കലും നിന്നെ പുറന്തള്ളുകയില്ല. I am not going to punish you. ഞാൻ നിന്നെ ശിക്ഷിക്കാനല്ല പോകുന്നത്. I am not going to judge you. ഞാൻ നിന്നെ വിധിക്കുകയല്ല ചെയ്യുന്നത്. But only repent and come back. എന്നാൽ അനുദപിക്കുക, മടങ്ങി വരിക. When you come back, I will make you to sit along with me in my Father's throne. എന്നാൽ നീ മടങ്ങി വന്നാൽ എന്നോടുകൂടെ എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഞാൻ നിന്നെ ഇരുത്തും. That is called the Jerusalem. ഇതാണ് യെരൂശലേം. Throne of God is a Jerusalem. യെരൂശലേം ദൈവത്തിന്റെ സിംഹാസനം. Tonight we have to repent for all our failures. ആകയാൽ ഇന്ന് നമ്മുടെ സകല വീഴ്ചകളും ഓർത്ത് അനുദപിക്കാം. We have to leave all the lukewarm life. നാം ആ ശീതോഷ്ണവാനായ ജീവിതം വിട്ടുകളയാം. But we have to open our heart and confess our sin and repent for that. ഹൃദയം തുറക്കാം, പാപങ്ങളെ ഏറ്റുപറയാം, അതിനെ ചൊല്ലി നമുക്ക് അനുദപിക്കാം. Our beloved Lord Jesus knocking your heart. നമ്മുടെ പ്രിയ യേശു കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. My son, my daughter, open for me. എന്റെ മകനെ, എന്റെ മകളെ, എനിക്കായി നിന്റെ ഹൃദയ കവാടം തുറക്കൂ. I will come and dine with you. ഞാൻ നിന്നോടുകൂടെ അത്താഴം കഴിക്കട്ടെ. Not only that, I will promising that I will make you sit on the throne of Father. അതുമാത്രമല്ല, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരികയാണ്, ഞാൻ നിന്നെ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ, പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുത്തും. That's why tonight
examine our life. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യാം. What is the seventh one, Jerusalem? എന്താണ് യെരൂശലേമിന്റെ ഏഴാമത്തെ പേര്? Hebrews 7 chapter 1 and 2 says എബ്രായ ലേഖനം 7-ന്റെ 1-2 വാക്യങ്ങൾ, that is a peaceful city. അത് സമാധാനം നിറഞ്ഞ നഗരം. That is called the king Melchizedek. മെൽക്കിസേദെക്കിന്റെ രാജ്യമാണത്. That is a righteousness. അതാണ് നീതിപുരം. So King David destroyed the Jebusite and captured the Zion. ദാവീദ് രാജാവ് യെബൂസ്യരെ നശിപ്പിച്ച് സിയോൻ പിടിച്ചടക്കി. So we have to capture the Jerusalem city. ആകയാൽ നമ്മൾ യെരൂശലേം നഗരം പിടിച്ചടക്കണം. As we read Hebrews 12 chapter 14th verse, we must have peace with all men. എബ്രായ ലേഖനം 12-14 നമ്മൾ വായിച്ചതുപോലെ നമ്മൾ എല്ലാവരോടും സമാധാനമായിരിക്കണം. Colossians 3rd chapter 15th verse says, let the peace of God ruleth in your hearts, to the which also we called one for one body. കൊലോസ്യർ 3:15 കാണുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനായിട്ടല്ലോ നാം ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. 2 Corinthians 5th chapter 18 says, 2 കൊരിന്ത്യർ 5:18, and all things are of God, who hath reconciled to himself by Jesus Christ. അവൻ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. Then only by the blood of Jesus we are justified. അപ്പോൾ നമ്മൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നു. Kingdom of God is not meat and drink, but is peace and righteousness and the joy of the Holy Ghost. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാകുന്നു. Every time we have to live like that, then only we will go and sit that peaceful city. ഓരോ നാളും ഇങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ സമാധാന നഗരത്തിലെത്തി അവിടെ നമ്മൾ പാർക്കൂ. Then only we can see our Lord's face. അപ്പോൾ മാത്രമേ നമ്മുടെ കർത്താവിന്റെ തിരുമുഖം നമ്മൾ കാണൂ. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Last one word I will tell and finish my message. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കാം. Now here we are seeing the Luke 10 chapter. നാം ലൂക്കോസ് 10-ാം അധ്യായം 10 to 37 verses. അതിൽ 30 മുതൽ 37 വരെ. Luke 10 chapter 30 to 37. ലൂക്കോസ് 10:30 മുതൽ 37 വരെ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുവാൻ പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയാ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും. Now time is not permitting, just you go and read that portion. സമയം ചുരുക്കമാണല്ലോ, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. One man coming down from Jerusalem to Jericho city. ഒരു മനുഷ്യൻ യെരൂശലേം വിട്ട് യെരിഹോവിലേക്ക് ഇറങ്ങി വരികയാണ്. 7 type of the Jerusalem I mentioned before you. 7 വിധമായ യെരൂശലേമിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പരാമർശിച്ചു. We are in the Jerusalem literally. നാം അക്ഷരീകമായ യെരൂശലേമിലാണ്. But here we are seeing that one man come down from Jerusalem to Jericho. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഒരു വ്യക്തി യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങി പോകുന്നു. Nowadays so many children of God, they are leaving the Jerusalem city and coming down to Jericho, which is called the world and curseful world. നോക്കുക, ഈ നാളുകളിൽ അനേക ദൈവമക്കൾ യെരൂശലേം വിട്ട് ഇറങ്ങി വന്ന് അവർ ഈ ലോകത്തിന്റെ സംഗതികളിലേക്ക് ഇറങ്ങി പോകുന്നു. 7 types of the great experience of the Jerusalem. യെരൂശലേമിന്റെ 7 വിധമായ മഹത്തായ അനുഭവങ്ങളെ പറഞ്ഞു. Because of the situation, because of the so many problems, they are leaving Jerusalem and coming down to Jericho into the world. സാഹചര്യങ്ങളും തങ്ങളുടെ പ്രശ്നങ്ങളും നിമിത്തമായിട്ട് യെരൂശലേമിനെ വിട്ട് അവർ യെരിഹോവാകുന്ന ലോകത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. But one thing you should not forget. എന്നാൽ മറക്കരുതാത്ത ഒരു കാര്യം, If you come down from Jerusalem city to Jericho to the world, യെരൂശലേം വിട്ട് യെരിഹോവാകുന്ന ഈ ലോകത്തിലേക്ക് നീ ഇറങ്ങി വന്നാൽ thieves are waiting for you. കള്ളന്മാർ നിന്നെ കാത്തിരിക്കുന്നു. Thieves are waiting for you, otherwise devil is waiting for you. കവർച്ചക്കാർ അഥവാ പിശാച് നിന്നെ നോക്കിയിരിക്കുന്നു. That thieves caught him and beaten him like anything is near to die.
കവർച്ചക്കാർ അവനെ പിടികൂടി അവനെ ഉപദ്രവിച്ച് അവനെ മരണാസന്നനാക്കി. Dear children of God, so many children of God leaving the Jerusalem city, coming down to the Jericho. That's why they are beaten by the devil, bringing the sickness, all the problems, witchcrafts, and so many things raising because you have left the Jerusalem city. പ്രിയ ദൈവമക്കളെ, അനേകർ ഈ യെരൂശലേം വിട്ട് എരികോവിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് കള്ളനാകുന്ന പിശാച് അവരെ അടിച്ചിരിക്കുന്നു. പലവിധമായ രോഗങ്ങൾ, ആഭിചാര ശക്തികൾ, പലവിധമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. കാരണം അവർ യെരൂശലേം വിട്ടിറങ്ങി വന്നതാണ്. Tonight examine yourself. Are you left the Jerusalem city? Otherwise you are living for the Jerusalem city. ഇന്ന് രാത്രി നിന്നെ പരിശോധിക്കുക. നീ യെരൂശലേം നഗരത്തെ സ്നേഹിക്കുന്നു അഥവാ ഈ യെരൂശലേം നഗരത്തിനുള്ളിൽ ജീവിക്കുന്നുണ്ടോ? For that great Jerusalem city, Lord died for you and He shed His precious blood for you. ആ മഹത്തായ യെരൂശലേമിന് നിമിത്തമാണ് കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചതും തന്റെ അമൂല്യ രക്തം നിനക്കായി ചൊരിഞ്ഞതും. Even the priest unable to help that person. പുരോഹിതന് പോലും ഈ വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. Levite also not helping that person. ലേവ്യനും അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. What I want to say that if you left the Jerusalem city, even the workers will not help you. ഒരു കാര്യം പറയട്ടെ, നീ ആ യെരൂശലേം നഗരത്തെ വിട്ടുപോയാൽ ശുശ്രൂഷകർക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല. You are telling go on pray, but they won't help you because you left the Jerusalem. നീ യെരൂശലേം വിട്ടുപോയതാണ്, പ്രാർത്ഥിച്ച് പക്ഷെ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല. Because you are not turned to God. Tonight you have to repent and turn to Jerusalem city. Again you go to Jerusalem city. ആകയാൽ നീ ദൈവത്തിങ്കിലേക്ക് തിരിയാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി നീ അനുതപിക്കുക, പ്രാർത്ഥിക്കുക, വീണ്ടുമായിട്ട് യെരൂശലേമിന് നേരെ തിരിയുക. Then God will bless you again. God will heal your sickness and God will remove all the witchcraft from your family. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ രോഗങ്ങളെ സൗഖ്യമാകും, നിന്റെ കുടുംബത്തിലെ ആഭിചാര പ്രശ്നങ്ങളെയെല്ലാം ദൈവം നീക്കും. Dear children of God, tonight you have to understand this truth. Come back to the Jerusalem. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഈ സത്യങ്ങളെ തിരിച്ചറിയാം. നമുക്ക് യെരൂശലേമിലേക്ക് മടങ്ങി വരാം. But one Lord Jesus is there. He is called the Good Samaritan. എന്നാൽ ഒരേ ഒരു വ്യക്തി, കർത്താവായ യേശുക്രിസ്തു, നല്ല ശമരിയക്കാരൻ. He loves you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. That Samaritan went and saw and healed the wounds and bind it and brought back to the faith home. നല്ല ശമരിയക്കാരൻ അവനെ കണ്ടു, അവന്റെ മുറിവുകളെ കഴുകി, അവനെ എടുത്തുകൊണ്ട് വീണ്ടും അവനെ വിശ്വാസ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നു. That same Samaritan Lord Jesus moving in our midst. ആ നല്ല ശമരിയക്കാരനായ അതേ യേശു ഇവിടെ നമ്മുടെ നടുവിൽ ഉലാവുന്നു. You may be backslide, you may left the Lord, you may left the Jerusalem. ഒരുപക്ഷെ നീ പിന്മാറി കർത്താവിനെ വിട്ടകന്ന് യെരൂശലേം വിട്ടുപോയിരിക്കാം. Devil may be beaten you, devil may be hurting you every day. പിശാച് നിന്നെ അടിച്ചിരിക്കാം, ഓരോ നാളും അവൻ നിന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കാം. But Good Samaritan going on seeing you and waiting for you. നല്ല ശമരിയക്കാരൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിന്നെക്കായി കാത്തിരിക്കുന്നു. Who shed His precious blood for you? He don't want to leave you to the hellfire. തന്റെ വിലയേറിയ രക്തം നിനക്കായി ചൊരിഞ്ഞത് കൊണ്ട് നീ നിത്യനരകത്തിൽ പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. One sister went to hell along with Jesus Christ. ഒരു സഹോദരി യേശുവിനോടൊപ്പം താൻ നരകത്തിലെ കാഴ്ചകൾ കാണാൻ പോയി. God showing her all the hellfire. എല്ലാ നരകാഗ്നിയും കർത്താവ് അവൾക്ക് കാണിച്ചു. People coming with running to the Lord Jesus. ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് അലറി നിലവിളിച്ചോടി വരുന്നു. Lord, save us, O Lord. Please take out from this hell only 1 second, 1 minute. കർത്താവേ, ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, ഒരു സെക്കൻഡോ ഒരു നിമിഷമോ ഒന്ന് മോചിപ്പിക്കണമേ. We are unable to bear it. We are unable to tolerate this. കർത്താവേ, ഞങ്ങൾക്ക് ഇനിയും ഇത് സഹിക്കാനോ ഇത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. Only 1 minute to leave, take out from this hellfire. ഒരു മിനിറ്റെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ. Lord standing and going on seeing. കർത്താവ് അത് കണ്ടുകൊണ്ടേ അവിടെ നിൽക്കുന്നു. And going on shedding the tears. കർത്താവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നു. Going on crying. താൻ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. That same Lord is seeing our lives and crying also. അതേ കർത്താവ് ഇതാ നിന്റെ ജീവിതത്തെ കണ്ട് കണ്ണുനീരൊഴുക്കുന്നു. Then the sister asked, Lord, why you are crying?
Why you are crying? Because of their sins, because they not live according to the word of God, they came to the hellfire. അപ്പോൾ ആ സഹോദരി യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഇവർ നിന്നെ വിട്ടകന്ന് പാപം ചെയ്ത് അവരുടെ കുറ്റം കൊണ്ട് ഈ നരകത്തിൽ വന്നതിന് നീ എന്തിനാണ് കരയുന്നത്? Why you are crying, Lord? അങ്ങെന്തിനാണ് കരയുന്നത്? Then Lord told, അപ്പോൾ കർത്താവ് പറഞ്ഞു, I shed my precious blood for these people. ഈ ആളുകൾക്ക് വേണ്ടി ഞാൻ എന്റെ വിലപ്പെട്ട രക്തം ചൊരിഞ്ഞതല്ലേ. So many times I warned them, but they never listen. എത്രയോ സന്ദർഭങ്ങളിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവരത് So many കേട്ടില്ല. times I gave chance to repent for their sin. അവർക്ക് പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടാൻ പല അവസരങ്ങൾ ഞാൻ കൊടുത്തു. They deny me, they refuse me. അവർ എന്നെ നിഷേധിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു. My precious blood waste and wane in their life. അവരുടെ ജീവിതത്തിൽ എന്റെ രക്തം അവർ പാഴാക്കി, അത് ഒന്നിനും ഉപയോഗമില്ലാത്തതാക്കി. That's why Lord going on crying. അതുകൊണ്ടാണ് കർത്താവ് We are കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. child of God, examine tonight our lives. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ജീവിതത്തെ ആരാഞ്ഞു Good പരിശോധിക്കാം. Samaritan moving in our midst. നല്ല ശമര്യക്കാരൻ നമ്മുടെ നടുവിൽ നടകൊള്ളുന്നു. He want to heal you again. അവൻ വീണ്ടും നിന്നെ He സൗഖ്യമാക്കുവാൻ, want to deliver you from the bondage. നിന്നെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ He ആഗ്രഹിക്കുന്നു. want to bring back to the faith home in. നിന്നെ വിശ്വാസ വീടാകുന്ന വഴിയമ്പലത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Again God will help you to go to Jerusalem city. വീണ്ടും യെരുശലേം നഗരത്തിൽ മടങ്ങിപ്പോകുവാൻ കർത്താവ് നിന്നെ സഹായിക്കും. All kneel down. എല്ലാവരും മുഴങ്കാൽ മടക്കാം. Examine our life. ജീവിതത്തെ ആരായാം. Tonight is a great night for you to repent for your sin. നിന്റെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടാനുള്ള ഒരു നല്ല രാത്രിയായി ഇത് മാറട്ടെ. God told all the truths to you. കർത്താവ് എല്ലാ സത്യങ്ങളും നിനക്ക് വെളിപ്പെടുത്തി. So many children of God neglecting their spiritual life. എത്രയോ ദൈവമക്കൾ തങ്ങളുടെ ആത്മീക ജീവിതത്തെ അവഗണിക്കുന്നു. Open your mouth and cry. ഹൃദയം തുറന്ന് നിലവിളിക്കൂ. Don't go to the hellfire. നിത്യതീയിൽ പോകരുതേ. Don't go to the Jericho city, which is the world to destroy. നിന്നെ നശിപ്പിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ നശിക്കാൻ പോകുന്ന ലോകമാകുന്ന Good യെരിഹോവിലേക്ക് ഇറങ്ങരുതേ. Good Samaritan stretch out his hand tonight, asking you to come back. നല്ല ശമര്യക്കാരൻ, നീ മടങ്ങി വരുവാ നിന്നോട് ആവേശപ്പെട്ടുകൊണ്ട് കരങ്ങൾ നിന്റെ നേരെ വിരിച്ചിരിക്കുന്നു. Lord coming soon. കർത്താവ് വേഗം വരുന്നു. Just examine our lives. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. Repent for that. അതിനെ ഓർത്ത് അനുദപിക്കാം. Open your mouth and pray. വായ് തുറന്ന് പ്രാർത്ഥിക്കാം. Shed your tears. കണ്ണുനീരൊഴുക്കാം. How many sins you are doing? എത്രയോ പാപങ്ങൾ ചെയ്യുന്നു. How many times you turn back from righteous life? എത്രയോ സന്ദർഭങ്ങളിൽ നീതിയെ വിട്ട് പിന്തിരിഞ്ഞു. How many times you are coming down from the Jerusalem city? എത്രയോ സന്ദർഭങ്ങളിൽ യെരുശലേം വിട്ട് നീ അധപ്പതിച്ചിറങ്ങിപ്പോയി. Please open your mouth and pray. വായ് തുറന്ന് ദയവായി പ്രാർത്ഥിക്കൂ. Good Samaritan moving in our midst, he stand beside you. നല്ല ശമര്യക്കാരൻ ഇവിടെ നടകൊള്ളുകയും നിന്റെ അടുക്കൽ നിൽക്കുകയും He ചെയ്യുന്നു. is seeing your tears. അവൻ നിന്റെ കണ്ണുനീർ He കാണുന്നു. is seeing your confession. അവൻ നിന്റെ ഏറ്റുപറച്ചിൽ കേൾക്കുന്നു. Open your